അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് എന്തോ നിന്റെ സ്വഭാവം കണ്ട, നീ ഇളകുന്ന കണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ വെറും ഈ സൈക്കോളജിക്കലായിട്ട് എന്നോട് കളിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് നോക്കുമ്പോൾ ഗുരു ശരീരത്തിൽ ഇരുന്ന കാലത്തെ ഒരു ആശ്രമത്തിന്റെ രീതിയിൽ നിന്ന് ഇന്നത്തെ ആശ്രമത്തിന്റെ രീതി നോക്കുമ്പോൾ ഒരുപാട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ പറയുന്നുണ്ട് നമ്മുടെ അവൻ്റെ പ്രവൃത്തികളിൽ നല്ല അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ സത്യത്തിൽ പ്രവർത്തിച്ചു പോവുക, അവനവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാനുള്ളൊരു വഴിയാണ് യഥാർത്ഥത്തിൽ ഗുരുമാർഗം. പക്ഷേ ഇത് എന്തുകൊണ്ട് നമുക്ക് തടസ്സമാകുന്നു? ഈ ഗുരുമാർഗത്തിന് വിരുദ്ധമായി അഹന്താസ്. അപ്പോൾ ഇപ്പോൾ ഈ ശിഷ്യപൂജിതയെക്കുറിച്ച് സംശയിക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശിഷ്യപൂജിത ആരാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. വെറുതെ നമ്മൾ ശിഷ്യപൂജിതയെ സംശയിച്ച് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാലാക്കേണ്ടത്. ഇപ്പോൾ പഴയ സന്യാസി സ്വഭാവത്തിലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർ ഗുരുസ്ഥാനത്ത് കണ്ടേ പറ്റൂ. കാരണം അവർ ഒന്നുകിൽ അവർ പൂർണ്ണമായ സാക്ഷാത്കാരത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർ ഗുരുസ്ഥാനത്ത് കണ്ടേ പറ്റൂ. ആ പ്രകാശത്തെ അവർ കാണണം, കണ്ടവർ നമസ്കരിച്ച് അവരുടെ തോൽവി, അതാണ് അവരുടെ ജയം, അവരുടെ അഹന്തയുടെ കാര്യം. അവർക്കും ഈ ബോധത്തിലേക്ക് ഉണരണമെങ്കിൽ അവരുടെ അഹന്ത തോറ്റ് അവരുടെ അറിവുകളും ഇന്ന് വരെ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സംശയം വരും. കാരണം ഇത് ആരും ഇത് സ്വീകരിക്കില്ല. മറ്റൊരു വ്യക്തിയെ ഒരു വലിയ മഹാനായ വ്യക്തിയായിട്ടൊന്നും ആരും സ്വീകരിക്കില്ല. കാരണം ഗുരു പോലും താനൊരു മഹാനായ വ്യക്തിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ഗുരു തന്നെ പ്രൊജക്റ്റ് ചെയ്യാനോ ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ആശയത്തെയും പ്രസ്ഥാനത്തെയും പ്രൊജക്റ്റ് ചെയ്യാനേ ഗുരു സംസാരിച്ചിട്ടുള്ളൂ. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മൾ പൊതുവെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിന്റെ ശാന്തി, സമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ അതിലൊക്കെ ചിലപ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ സ്ത്രീക്ക് ചിലപ്പോൾ നിരാശ വരും. അപ്പൊ സ്ത്രീ പറയും ഞാനിത് നിർത്താം എന്ന് തന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. മാത്രമല്ല ചില കമന്റ്സുകൾ വായിക്കുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് തന്നെയാണ്. വായിക്കുമ്പോൾ വളരെ കുറച്ച് ദേഷ്യപ്പെട്ട് അതിനെല്ലാം മറുപടി കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ ശരിക്കും ഇപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ സഹിഷ്ണുത, അതൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ. അതിൻ്റെയൊക്കെ ഒരു മേഖലയാണല്ലോ ശരിക്കും ആത്മീയമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഇങ്ങനെ ശാന്തിയും സമാധാനവും എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ ഉള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇത്ര അസഹിഷ്ണുത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദേഷ്യം നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മതിയാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഇത് ശരിയാകും എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ശ്രീ എന്തു പറയുന്നു ഇതിനുള്ള ഒരു മറുപടിയായിട്ട്? സദ്ഗുരുവേ ശരണം. ഇപ്പം ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സന്യാസിയെ പോലത്തെ ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഈ ചില ആധ്യാത്മിക വിഷയങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, ശാന്തി മാർഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. വളരെ ശാന്തി സമാധാനത്തോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്പോണ്ടേനിറ്റിയും ആ നിമിഷം പ്രതി നമ്മുടെ ഒരു സത്യസന്ധമായ ഒരു പെരുമാറ്റത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന നോർമലായിട്ടുള്ള വികാര വിചാരങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണോ നമ്മുടെ മനസ്സെന്ന് വരുന്നത് സമ്പൂർണ്ണമായിട്ട് അത് പ്രകടിപ്പിക്കുക. കാരണം നമ്മൾ വ്യക്തിഗതമായ കാര്യത്തിനോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. നമ്മൾ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അത് തനിക്കും മറ്റുള്ളവർക്കെല്ലാം നന്മ വരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോൾ അവിടെ ദേഷ്യമാണെങ്കിൽ ഇപ്പോൾ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം, എന്താണോ നമ്മുടെ സത്യസന്ധമായിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒത്തിരി ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഒത്തിരി നിരാശനായിട്ട് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വികാരങ്ങളെ സത്യസന്ധമായി പ്രകടിപ്പിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നല്ല അഭിനയിച്ച്, ഇപ്പോൾ ക്യാമറ തുറന്നു വെച്ചേക്കാണ്, വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് ശാന്തിയും സമാധാനവും എന്നൊക്കെ പറഞ്ഞ് വളരെ അഭിനയിച്ചൊക്കെ എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഞാൻ ഈ ക്യാമറ തുറന്നു വെച്ചത് പോലും മറന്നിട്ട് ഒരു നോർമലായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇമോഷനിലാണ്
സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ വിചാരിക്കുന്നത് എനിക്കെന്തോ ചില കാര്യങ്ങളൊക്കെ വളരെയധികം വിഷമമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇയാൾ ഇളകുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നോട് വന്ന് ചിലത് കമൻറ്റിലൊക്കെ മോശമായിട്ട് സംസാരിക്കുക, നമ്മളെ ഇളക്കാൻ ശ്രമിക്കുക. അത് രണ്ട് തരത്തിലുള്ളവരും ഉണ്ട്. ഇപ്പോൾ റിബൽ സ്വഭാവത്തിലും അല്ലാതെ ഇവിടെയുള്ള മറ്റ് സ്വഭാവത്തിലുള്ളവരും എല്ലാം കള്ള അക്കൗണ്ടിലൂടെ നമ്മളെ ഇളക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ചിലർ. ഇനി ചിലരാകട്ടെ പരസ്യമായി പൊട്ടൻ, മണ്ടൻ, മറ്റേതെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് നോക്കുന്നു. കാര്യം നമ്മൾ ഇളകുമെന്നാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നുള്ളത് ഇത് എഴുതുന്നവരും പറയുന്നവരും മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോശമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് വിവരമുള്ളവരും സംസ്കാരമുള്ളവരും നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പം അത് അവരുടെ കുഴപ്പം. അവർ മലന്ന് നിന്ന് തുപ്പുന്നതായിട്ടേ ഞാൻ കാണാറുള്ളൂ. മോശമായിട്ട് നമ്മളെ പരിഹസിക്കുക, ഇളക്കാൻ ശ്രമിക്കുക, നെഗറ്റീവായിട്ട് പറയുക, അതൊന്നും അല്ല നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഇപ്പം എൻ്റെ തന്നെ ചില സുഹൃത്തുക്കളുണ്ട്, വളരെ സ്പിരിച്വലായിട്ട് ഉയർന്ന വളരെ നല്ല അറിവുള്ള വ്യക്തികളുണ്ട്. അവരൊന്നും പ്രതികരിക്കില്ല. ഇപ്പോൾ വിശ്വാസ സ്വഭാവത്തിൽ പോലും വന്നിട്ടില്ലാത്ത പുറത്തുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യത്തിനോടൊരു അനുഭവമുള്ള വ്യക്തികളാണ്. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിലെ ചില വാക്കുകൾ മാത്രം അവർ എടുത്ത് അനലൈസ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ഒരു അവരുടെ പ്രതികരണത്തിലൊക്കെ ചിലപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ചില സാഹചര്യത്തിൽ, അതായത് ഒന്നും പ്രതികരിക്കാത്തവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് ഞാൻ ചിലപ്പോൾ വിഷമിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം ചില വാചകങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട്, ഇപ്പോൾ ഈ വാചകങ്ങളുടെ തലത്തിൽ തെറ്റിദ്ധരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു റോബോട്ടിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. വാചകങ്ങളുടെ തലത്തിൽ മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗുരു പറഞ്ഞിട്ടുള്ളത്, ഒരാൾ വരുമ്പോൾ അവൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസിറ്റിവിറ്റി നമുക്കുണ്ടാവണം. മറ്റൊരാൾ വരുമ്പോൾ അയാളുടെ വിഷമം എന്താണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ഹൃദയത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു സെൻസിറ്റിവിറ്റിയിലേക്കെങ്കിലും നമ്മൾ വളർന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആത്മീയത എന്നാണ് ഗുരു ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൃദയം കൊണ്ട് ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ വാചകങ്ങളെ ഇങ്ങനെ അളന്നു തൂക്കി കുറച്ച് അതിലുള്ള കുറ്റവും കുറവും ദോഷവും ശരിയും തെറ്റും ഒക്കെ ഇങ്ങനെ അളക്കുമ്പോൾ അതൊരു തെറ്റായ ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഹൃദയം കൊണ്ട് മനുഷ്യരെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സെൻസിറ്റിവിറ്റി വരണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാതെ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ സഭ്യമായ ബുദ്ധിപരമായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഒരു പ്രതികരണവും ഇല്ലാതെ അവർ പ്രതികരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ള വിഷമം എനിക്കുണ്ടാകുന്നു. പിന്നെ കൂടാതെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടല്ല, പിന്നെ ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ല, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗഹനമായിട്ടുള്ള ഒരു ആധ്യാത്മിക വിഷയമാണ്. അത് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ചില വിഷമങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫീഡ്ബാക്ക് ഇപ്പോൾ അവിടെയാണെങ്കിലും ഇനി പലർക്കും ഫീഡ്ബാക്ക് തരാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള അധികാര സ്വഭാവത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോൾ പലർക്കും പബ്ലിക്കായിട്ട് എന്നോട് സംസാരിക്കാനും അത് ഫീഡ്ബാക്ക് തരാൻ അവരുടെ മനസ്സിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നിരാശ. കാര്യം നമ്മൾ ഈ സംസാരിക്കുന്ന പ്രയോജനമുണ്ട്, ഇപ്പം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുള്ളതല്ല, ഇത് പ്രയോജനമുണ്ടോ? അപ്പോഴാണ് ചിലർ പ്രയോജനമുണ്ട്, ഒരാൾക്കൊരു ശാന്തി അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ചുകൂടെ അല്ലെങ്കിൽ ഗുരുവിനൊരു വിശ്വാസം ഉറയ്ക്കാൻ കാരണമായി എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ചുമ്മാ നമ്മുടെ എന്തോ ഒരു ആവശ്യം പോലെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ അറിവ് തെളിയിക്കാനാണോ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു നിരാശ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു നിരാശയുടെ വശത്ത് നമ്മൾ ചിലപ്പോൾ സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാലും നമുക്കറിയാമല്ലോ, പിന്നെ ഈ മോശമായിട്ട് ഈ വന്ന് സംസാരിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശങ്ങളിലാണ് നമുക്ക് വ്യക്തമായി ബോധ്യമുള്ളപ്പോൾ അവർ ചുമ്മാ പറയുന്നതാണ്, ഒന്നേ അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മളെ ഡിസ്കറേജ് ചെയ്യാനായിട്ടാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറുന്നു, അതൊരു വശം. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം, ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഗുരു സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് വന്ന് ഗുരു സംസാരിക്കുമ്പോൾ ഗുരു വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചല്ലോ, ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ അന്ന് എന്നെ സംബന്ധിച്ച് ഈ കുട്ടിക്കാലത്ത് തന്നെ എല്ലാം ഈ സീരിയസ് ആയിട്ട് കേൾക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ സിനിമകളൊക്കെ കാണുമ്പോഴൊക്കെ കൊച്ചു പ്രായത്തിൽ ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ പാരൻ്റൽ ഗൈഡൻസിനെ കുറിച്ചും ഈ യു സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ഇപ്പോൾ കാണിക്കുമ്പോൾ എനിക്കത് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനൊക്കെ കുഞ്ഞു പ്രായത്തിൽ പല കാര്യങ്ങളും കണ്ട് വിഷമിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ. കാരണം നമുക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാര്യം സൈക്കോളജിക്കലി നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ
അതുപോലെ ഞാൻ ഈ കൊച്ചു പ്രായത്തിലൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഗുരുവാണികളൊക്കെ കേൾക്കുമ്പോൾ ഗുരു പറയുന്നു ഇതിങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയാണ്, അവിടെ ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് പലരും അടുത്തൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മൾ അന്നേ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പം അവസാനം ഗുരു പറയുന്നു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ നിവർത്തികേടാണ്, എൻ്റെ വിഷമമാണ്, ഇതൊരു ഗതികേടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു അയ്യോ ഈ ലോകം തന്നെ തീരാൻ പോവുകയാണോ. കാര്യം ഒരു ഗുരുവിനെ പോലത്തെ ഒരു വ്യക്തിത്വം ഇത്ര സീരിയസ് ആയിട്ട് ഇത്ര വിഷമിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങ് തളർന്നു പോകാറുണ്ട്. അതിനുശേഷം നമ്മൾ ദർശനത്തിന് ഗുരുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴുണ്ട് ഗുരു ഇങ്ങനെ ചിരിച്ച് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എടാ നീ ആള് കൊള്ളാലടാ, അങ്ങോട്ട് നില്ലടാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമാശ. അതായത് ഗുരുവിനെ പോലെ ഇത്രയും തമാശ പറയുന്ന ഒരു സ്വഭാവം ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. ഓരോ വാചകത്തിലും ഓരോ നോട്ടത്തിലും ഓരോ ചലനത്തിലും ഗുരുവിന് തമാശയും ചിരിയും ഇത്ര ആസ്വദിച്ച് ചിരിച്ച് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഒരു വശത്ത് നമ്മളെ ഇത്രയും ദുഃഖിപ്പിച്ച് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു രീതി. അപ്പം ഈ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതായത് ഗുരുവിൻ്റെ ഈ രീതി മനസ്സിലാക്കണമെങ്കിൽ പോലും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കണമെന്ന് പറയും. അതായത് ഇപ്പോഴത്തെ മോഡേൺ സയൻസിൽ അവർ ക്വാണ്ടം മെക്കാനിക്സിൽ ടൈമിൻ്റെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറൊക്കെ ഒരൊറ്റ മൊമെൻറ്റിൽ മെർജ് ചെയ്തിട്ട് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി ഒരു പ്രത്യേക തലത്തിലും ഇതിൻ്റെ സൊല്യൂഷൻ മറ്റൊരു തലത്തിലും മറ്റൊരു ഫ്രീക്വൻസിയിലും ആണെന്ന് അവർ പറയുന്നു. അല്ലാതെ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ നിന്നാൽ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ കാണൂ. അതിൻ്റെ സൊല്യൂഷൻ മറ്റൊരു ഫ്രീക്വൻസിയിലാണ്. ആ പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഇരുന്നുകൊണ്ട് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഗുരു ഒരു സമയത്ത് പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും സീരിയസ് ആയിട്ട് അതിൻ്റെ സമ്പൂർണ്ണമായിട്ട് അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രശ്നം, മനുഷ്യരാശിയുടെ പ്രശ്നം, ആശ്രമത്തിൻ്റെ പ്രശ്നം എന്നെല്ലാം ഗുരു ആ പ്രശ്നങ്ങളുടെ ഫ്രീക്വൻസിയിൽ വന്ന് സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് ഗുരു അടുത്ത ഫ്രീക്വൻസിയിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഫ്രീക്വൻസിയിൽ വന്ന് ശാന്തി, സ്നേഹം, സഹിഷ്ണുത, സമാധാനം, സ്നേഹം, തമാശ, ചിരി, ഹാപ്പിനെസ്. അപ്പോൾ അടുത്ത ഒരു ഫ്രീക്വൻസിയിൽ വന്ന് അതിൻ്റെ സൊല്യൂഷനും തരുകയാണ്. അപ്പം ലൈഫ് എന്ന് പറയുന്ന ആ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലാണ് പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ, അല്ലാതെ ഈ ഔട്ട്സൈഡിലല്ല. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ ആ സ്വാതന്ത്ര്യം ഒരേ സമയത്ത് അട്ടർലി മിസറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒറ്റയടിക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഗുരുവിൻ്റെ മനസ്സിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം അത് മനസ്സിലാക്കിയത് ഞാൻ പിൽക്കാലത്താണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുമ്പോൾ സമ്പൂർണ്ണമായിട്ട് അത് അവതരിപ്പിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം നമ്മൾ അതിൽ നിന്ന് മോചിതനുമാണ്. നമ്മൾ പതുക്കെ അതിൽ നിന്ന് മോചിതനായി നമ്മൾ മറ്റൊരു തലത്തിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻസ് എല്ലാം പറയുമ്പോൾ ഇതൊന്നും കേൾക്കാതെ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വന്നിങ്ങനെ എഴുതി നിറയ്ക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ മൊത്തം എഴുതി നിറച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ എന്നോട് പറയും നിങ്ങൾ സത്യസന്ധനല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ. ഞാൻ വിചാരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഈ വട്ട് പോലത്തെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഇതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എഴുതി നിറച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അതായത് ആ പ്രശ്നങ്ങളുടെ തലത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം, അതായത് മനുഷ്യൻ്റെ ഒരു വാസന ആ പ്രശ്നങ്ങളുടെ വൈബ്രേഷനിൽ തന്നെ തുടരണം. മാനസിക വൈബ്രേഷനിൽ ഈ മൂക്കിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് പോലെ, അതൊരു ലഹരിയായിട്ട് ആസ്വദിക്കുന്നത് പോലെ മനുഷ്യൻ ഈ പ്രശ്നങ്ങളുടെ വൈബ്രേഷനിൽ കിടന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് സഫർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരു വാസന, അവൻ ആ സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ പുതിയ വൈബ്രേഷനിലേക്ക് വന്ന് സ്വയം പരിവർത്തനപ്പെടുത്തി എല്ലാം ശാന്തമാക്കുന്ന അതിഷ്ടമല്ല, ആ കാര്യങ്ങൾ പറയുന്ന ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും സെയിം കാര്യം തന്നെ പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് എന്തോ നിൻ്റെ സ്വഭാവം കണ്ട, നീ ഇളകുന്ന കണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും ഈ സൈക്കോളജിക്കലായിട്ട് എന്നോട് കളിക്കാൻ വരുന്നു. ഈ രീതിയിൽ ഈ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്നോട് തന്നെ ഈ സൈക്കോളജിക്കലായിട്ട് കളിക്കാൻ വരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. നോർമലായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഇപ്പോൾ എൻ്റെ ഗുരു നോർമലായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ദേഷ്യം വരുമ്പോൾ ഗുരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നൊക്കെ പറയുമ്പോൾ പച്ചത്തെറി വരെ വിളിക്കുമായിരുന്നെന്നാണ് പറയുന്നത് ശിഷ്യന്മാരെ ആ ദേഷ്യം വരുന്ന സമയത്ത്. അപ്പോൾ ഗുരു അടിച്ചിട്ടുണ്ട്, അടി കൊടുക്കേണ്ട സമയത്ത് കമ്പെടുത്ത് ഗുരു അടി കൊടുക്കേണ്ടവരെ അടിച്ചിട്ട് വരെ ഉണ്ട്. അപ്പോൾ എന്താണോ നോർമലായിട്ട് ഉചിതമായ പെരുമാറ്റം അതുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കും. കാര്യം ദേഷ്യം അത്രയ്ക്ക്, കാര്യം ഒരു നല്ല കാര്യം വളരെ നന്മയിൽ പ്രവർത്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പൈശാചികമായിട്ടുള്ള വട്ടുകളെല്ലാം കൂടെ ഒന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യം വരില്ലേ. നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെന്തെങ്കിലും പറയുന്നെങ്കിൽ നമ്മൾ സഹിക്കാം.
നമ്മളെ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളത് കണ്ടില്ല എന്നങ്ങ് നടിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക സ്വഭാവത്തിനെ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അല്ല, അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, മറ്റതെല്ലാം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. അതേസമയം നമ്മൾ നമ്മുടേതായ അടുത്ത നിമിഷം, അതാണ് ഞാൻ പറയുന്നത്, ഇത് മനഃശാസ്ത്രപരമായി നമ്മൾ ഈ മനസ്സിൻ്റെ പല തലങ്ങളിലുള്ള വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നെങ്കിലും അടുത്ത നിമിഷം നമ്മൾ അവയർനെസ്സിലാണ് സീറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ അവയർനെസ് ഫ്രഷ് ആയിട്ട് അടുത്ത മൊമെൻറ്റിൽ നമ്മളെ കൊണ്ട് എന്താണോ പ്രവർത്തിപ്പിക്കുന്നത് നമ്മളത് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക, അല്ലാതെ ഈ വ്യക്തികളെ വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും ഒന്നും നമ്മൾ നിൽക്കരുതെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ അറിവുള്ള അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു വിഷമങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അത് കൺവേ ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു വിഷമങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ വാക്കുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കരുതെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ചിലപ്പോൾ ഈ നിരാശയൊക്കെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഇതെൻ്റെ ഒരു പേഴ്സണൽ വിഷമങ്ങളൊന്നും അല്ല, ഇതെൻ്റെ ഒരു പേഴ്സണൽ വിഷമങ്ങളല്ല, അങ്ങനെയുള്ളൊരു കാര്യമേ അല്ല എന്ന് നമ്മൾ കേൾക്കുന്നവർ ഇതൊത്തിരി മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ശ്രീ എപ്പോഴും നമ്മുടെ ഗുരുവിനെ കുറിച്ചും അഭിവന്ദ്യ ശിഷ്യപൂജിതയെ കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചൊക്കെ ശ്രീ എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് നോക്കുമ്പോൾ ഗുരു ശരീരത്തിൽ ഇരുന്ന കാലത്തെ ഒരു ആശ്രമത്തിന്റെ രീതിയിൽ നിന്ന് ഇന്നത്തെ ആശ്രമത്തിന്റെ രീതി നോക്കുമ്പോൾ ഒരുപാട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൻ്റെതായ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ മനസ്സ് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ അതിൻ്റെ കാഴ്ചപ്പാടിലാണ് ആ കാര്യങ്ങളെന്ന് പറയാറുണ്ടെങ്കിൽ പോലും വളരെ പ്രകടമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ വരാനും കാരണം. എന്നാൽ പല രീതിയിലും നമ്മുടെ ആശ്രമത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ച് ആശ്രമങ്ങളും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ബ്രാഞ്ച് ആശ്രമങ്ങളും ഒക്കെ നമുക്ക് വർദ്ധിച്ചു വന്നു. പക്ഷേ അതേസമയം ഗുരുവായിട്ട് തുടങ്ങിയ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ആശ്രമത്തിലുള്ള. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് അതിൻ്റെതായ അപജയങ്ങളും നമ്മൾ കാണുന്നു. അപ്പം അത് കാണുമ്പോഴാണ് ഈ ഒരുപാട് പേർക്ക് ഈ സംശയങ്ങൾ തോന്നുന്നത്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു വളർച്ച എന്നുള്ള രീതിയിൽ കാണത്തക്ക രീതിയിൽ ആശ്രമം വളരെ പേരെടുക്കുകയും വളരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ, അതായത് ചില സ്ഥാപനങ്ങളുടെ രീതിയിലും അല്ലാത്ത ഒരുപാട് രീതിയിലും പിന്നോട്ട് പോവുകയും മാത്രമല്ല ആധ്യാത്മികമായ മൂല്യങ്ങളിലും ഇപ്പം നമ്മുടെ ആശ്രമ പരിചയം അല്ലെങ്കിൽ ആശ്രമത്തിന്റെ ചിട്ടകൾ, ആശ്രമത്തിൻ്റെതായ തനതായ ചില ജീവിത മൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഗുരു നമ്മളെ പഠിപ്പിച്ചതിൽ നിന്നും ഇന്നിപ്പോ നമ്മുടെ ആശ്രമത്തിൽ നോക്കിയാൽ അതെല്ലാം വളരെയധികം മാറിയതുപോലെ നമുക്കത് ഫീൽ ചെയ്യുന്നു. അതാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെയല്ല ഗുരു ചെയ്തിരുന്നത് എന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പം ശ്രീയെ സംബന്ധിച്ച് ശ്രീക്ക് അത് എന്താണ് ശ്രീ ഇതിനെ കുറിച്ച് പറയുന്നത്? കാരണം നമ്മളുടെ ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം, ഈ ഒരു 2 കാലഘട്ടത്തിലും എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അതിനെന്താണ് ഒരു പരിഹാരം? അപ്പോൾ എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പം ഈ വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട്, ഞാൻ എപ്പോഴും പറയും, ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് നമുക്ക് വേണ്ടത്. കാര്യങ്ങളെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മൾ വന്ന് കർമ്മം ചെയ്ത് പ്രവർത്തിച്ചൊക്കെ വരുമ്പോൾ ഏറ്റവും ഉന്നതമായ, അതായത് നമുക്ക് ജീവിത ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും അതിനോടൊപ്പം ആരാധനാക്രമങ്ങളോടൊപ്പം ഏറ്റവും ഉന്നതമായ കുറേ ആധ്യാത്മിക രഹസ്യങ്ങൾ ഗുരു വെളിപ്പെടുത്തുകയുണ്ടായി. വളരെ ഗഹനമായിട്ടുള്ള ആധ്യാത്മിക രഹസ്യങ്ങൾ ഗുരു സംസാരത്തിലൂടെ വെളിപ്പെടുത്തി. എന്നാൽ വെളിപ്പെടുത്താത്ത ശിഷ്യന്മാരെ മാത്രം ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരിട്ട് ഗുരു പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ഒരു ആശ്രമ സ്വഭാവത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഇതെല്ലാം വായിക്കുമ്പോൾ, ഈ ആധ്യാത്മികമായിട്ട് നമുക്ക് പരിണാമമില്ലാതെ നമ്മൾ വെറുതെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നും. നമ്മൾ മനസ്സിലായി, ഇതൊക്കെ അറിഞ്ഞു, നമ്മൾ ഒരു പ്രത്യേക തലത്തിൽ സാത്വിക സ്വഭാവമുള്ള വ്യക്തികളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനും കാര്യം, അങ്ങനെ നമ്മൾ അവരെക്കാളും വലുതാകാനുള്ള ഒരു സൈക്കോളജിക്കലി ഒരു ഗെയിമിൽ പെട്ടുപോകും. അത് ആരുടെയും കുറ്റമല്ല, ഒരു അറിവില്ലായ്മയുടെ ഒരു വശത്താണ്. അപ്പോൾ ഒരുപാട് പേരെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ഈ പുസ്തക വായനയിലൂടെ. ഗുരു പണ്ടേ എപ്പോഴും പറയും, പുസ്തക വായനയിലൂടെ അല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നാൽ ഗുരു ഏറ്റവും മികച്ച കാര്യങ്ങൾ ഇത് പറഞ്ഞു തന്നു. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ ഉപനിഷത്തുകളും ഈ മറ്റ് ഉപനിഷത്തെന്ന വാക്കിൻ്റെ അടുത്ത് തന്നെ, ഉപനിഷത്തെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അടുത്ത് ഉപവിഷ്ടനാവുക എന്നുള്ളതാണ്. ഗുരുവിൻ്റെ അടുത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് കേൾക്കുക.
എന്നുള്ളതാണ് ഉപനിഷത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതെല്ലാം രഹസ്യമായിട്ട് വെച്ചിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവൂ. അല്ലെങ്കിൽ മനുഷ്യൻ ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഈ ഗുരുക്കന്മാർ, ഹയസ്റ്റ് ആയിട്ടുള്ള ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് താൻ ഇതേ അവസ്ഥയൊക്കെ എത്തിയെന്നൊരു തോന്നലുണ്ടായിട്ട്, അല്ലെങ്കിൽ തനിക്ക് ഈ അറിവുകളെല്ലാം ഉണ്ടെന്ന് തോന്നിയിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ തെറ്റിദ്ധാരണയിലായി പോകും. അപ്പം മനുഷ്യൻ്റെ മനസ്സിന്നൊരു മോചനം നേടി ഈ നമ്മുടെ കോൺഷ്യസ്നെസ്സിനൊരു പരിവർത്തനം വന്ന് നമ്മൾ പിന്നെ ആന്തരികമായ സത്യത്തിലേക്ക് ഒരു ഉണർച്ച പ്രാപിച്ചിട്ടേ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു പോകണം. അപ്പോൾ ഗുരു ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുമാർഗത്തിൽ ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഇവൻ്റെ ആധ്യാത്മിക പുരോഗതിയെക്കുറിച്ച് അവർ സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക പോലും വേണ്ട. അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ പ്രവർത്തനവും അവൻ്റെ ഭക്തിയും പിന്നെ നല്ല രീതിയിലൊന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ഗുരു ഉണ്ടെങ്കിൽ അവൻ്റെ ആധ്യാത്മിക പുരോഗതി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് അപ്പോൾ ഗുരു ഇതെല്ലാം നിഷ്കളങ്കമായിട്ട് ഈ അറിവുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മൾ അത് കേട്ടിട്ട്, ഈ നിഷ്കളങ്കമായ അറിവിനെ നമ്മൾ കേട്ടിട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഹന്തയുടെ അറിവാക്കി നമ്മൾ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഏറ്റവും ഉന്നതിയിലുള്ള കോൺഷ്യസ്നെസ്സിൽ വന്ന ഗുരുവിൻ്റെ ഈ നിഷ്കളങ്കമായ സംസാരത്തിനെ നമ്മൾ സെക്കൻഡ് ഹാൻഡാക്കി മാറ്റിയപ്പോൾ ഇത് അഹങ്കാരമായി മാറി. പക്ഷേ ഈ അറിവ് ഫസ്റ്റ് ഹാൻഡായിട്ട് കിട്ടുന്നവരെല്ലാവരും നിഷ്കളങ്കമായിരിക്കും. കാര്യം അവർക്കിത് തൻ്റെ അറിവെന്ന് തോന്നില്ല. കാര്യം ഇത് യൂണിവേഴ്സലായിട്ടുള്ളൊരു വലിയൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നതായിട്ടാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാൻഡായിട്ട് നോളജ് നേടുന്നവരെല്ലാം ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു. അത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് നല്ല ഒരു ശതമാനം പേർക്ക് ഈ പറയുന്ന സെക്കൻഡ് ഹാൻഡ് നോളജ് വെച്ചിട്ട് റിയാലിറ്റിയെ താരതമ്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തലത്തിനെ കടക്കാത്തത് കൊണ്ടുള്ള അഹന്തയുടെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഒന്നാമത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ തന്നെ പലരും പറയും ഞാൻ പുതിയതായിട്ട് പല കാര്യങ്ങളും പറയുന്നു. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനാകുന്നതാണ്. ഞാൻ ഈ പറയുന്ന ആന്തരികമായ കോൺഷ്യസ്നെസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചൊന്നും പറയാനേ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. എന്നാൽ ഈ കാര്യങ്ങളിൽ ഈ നമ്മൾ ഉന്നയിക്കുന്ന ഈ തർക്കങ്ങളിൽ ഇപ്പോൾ ശിഷ്യഭൂതയുടെ ഗുരുസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ തർക്കിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്കിതെല്ലാം പറയേണ്ടി വന്നത്. ഇപ്പം ഞാൻ തന്നെ ഇത് നിരന്തരം പറയുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇൻ്റലക്ച്വലായിട്ട് മനസ്സിലാക്കിയിട്ട് അവരിതേ അവസ്ഥയിലേക്ക് എത്തിയതുപോലെയൊക്കെ സംസാരിക്കാറുണ്ട് പലരും. അപ്പോൾ ഈഗോയിസ്റ്റിക്കായിട്ട് മൈൻഡിൻ്റെ ഒരു തലത്തിലിരുന്നുകൊണ്ട് ഈഗോ ആയിട്ടുള്ള മൈൻഡിന് ഇതെല്ലാം ഞാൻ നേടി എന്ന് പറയുന്നത് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സത്യം പറഞ്ഞാൽ അത് കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലും പ്രശ്നത്തിലേക്കും, താൻ എത്താത്ത അവസ്ഥയിലുള്ള അറിവുകൾ സൈക്കോളജിക്കലായിട്ട് നേടിയാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ്. അപ്പോൾ ഗുരുക്കന്മാരും അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു നാച്ചുറൽ പരിണാമത്തിൽ, മനുഷ്യൻ്റെ നാച്ചുറൽ പരിണാമത്തിൽ വേണം ഉണർന്ന് വേണം ഇത് അറിയാൻ. അല്ലെങ്കിൽ ഇത് കുഴപ്പമാണ്. അതിൻ്റെ ഒരു വലിയ അപകടം നമ്മുടെ പരമ്പരയിലൊന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് സംസാരിക്കുമ്പോൾ പോലും ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഈ അറിവുകളെ, ഇതിനൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ചിലർ ഒരു വേദാന്ത പണ്ഡിതനെ പോലെ അല്ലെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളിതൊക്കെ അച്ചീവ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുള്ള കമ്പാരിസണും ഇത് വലിയ ഒരു അപകടത്തിൽ, സൈക്കോളജിക്കലി ഇത് വലിയ അപകടത്തിലേക്കാണ്. അപ്പം നോർമലായിട്ട് മനുഷ്യൻ പരിണമിച്ച് വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗുരുവിശ്വാസത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഗുരുവിനെ കിട്ടിയത് തന്നെ പൂർണ്ണതയാണ്. ഒരു ഗുരുവിനെ കിട്ടിയാൽ തന്നെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. പിന്നെ ആ ഗുരുവിനോടൊപ്പം ശരിയായിട്ട് ജീവിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. നല്ല അവനവൻ്റെ പ്രവൃത്തികളിൽ, നല്ല അവനവൻ്റെ ജീവിതത്തിൽ, അവനവൻ്റെ സത്യത്തിൽ പ്രവർത്തിച്ചു പോവുക. അവനവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാനുള്ളൊരു വഴിയാണ് യഥാർത്ഥത്തിൽ ഗുരുമാർഗം. പക്ഷേ ഇതെന്തുകൊണ്ട് നമുക്ക് തടസ്സമാകുന്നു? ഈ ഗുരുമാർഗത്തിന് വിരുദ്ധമായി ഈ അഹന്താ സ്വഭാവത്തിൽ സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് നമ്മൾ തന്നെ നമുക്ക് ശത്രുക്കളായി മാറുന്ന ഒരു അവസരത്തിലാണ് നമുക്കിതെല്ലാം തടസ്സമാകുന്നത്. ഇപ്പോൾ എന്നോട് തന്നെ ചില വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് അവർക്ക് ഇങ്ങനെ പറ്റി, കല്യാണത്തിന് അത് പറ്റി, മറ്റവന് രോഗമായി, ഇത് ഇഷ്യൂ ആയി, ഇതെല്ലാം ഇവിടെ ശിഷ്യപൂജിതയൊക്കെ ചെയ്യുന്ന തെറ്റെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ശിഷ്യപൂജിത ചെയ്യുന്ന തെറ്റാണ് ആ ചെയ്യുന്നവരല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടത്. ഈ പാവങ്ങളായിട്ടുള്ള വിശ്വസിച്ച് നിൽക്കുന്നവരാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത്. അപ്പം തന്നെ മനസ്സിലാവില്ല ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അനുഭവിക്കുന്നവൻ്റെ കർമ്മദോഷം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെയൊക്കെ ഇതെല്ലാം അനുഭവിപ്പിക്കുന്ന ആൾക്കാർ സുഖിക്കുക, എന്നിട്ട്
പിന്നെ ഈ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ കാര്യം അവർ പറയുന്നുണ്ട്. എന്നിട്ട് കഷ്ടപ്പെടുന്നവർ അപ്പൊ അതിൽ തന്നെ ഒരു വിരോധാഭാസം ഇല്ലേ? ഈ കഷ്ടപ്പെടുത്തുന്നവർ സൂഹിക്കുന്നു, കഷ്ടപ്പെടുന്നവരാണ് നല്ലവരെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ എന്ന് പറയുന്ന ആ മനസ്സുകളിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അത് എന്താണെന്ന് ഗുരുമാർഗത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് അതിനെ റെക്ടിഫൈ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവനവൻ്റെ മനസ്സിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും, ജീവനിൽ നിന്നും എല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനാണ് ഒരു ഗുരു ശ്രമിക്കുന്നത്. ഒരു ഗുരുവിന് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ പട്ടാണി സ്വാമികൾ പണ്ട് ചാല കമ്പോളത്തിൽ ഒരുത്തന് ഉന്തുവണ്ടിയുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പാവത്തിൻ്റെ അടുത്ത് നിന്ന് മടിയിൽ കീശയിൽ നിറച്ച് പൈസ ഇരിക്കുമ്പോഴും അയാളുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉന്തുവണ്ടി വിറ്റ് അയാൾ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഗുരു ഇങ്ങനെ കരയുന്നതായിട്ടും, അപ്പോൾ ഗുരുവിനോട് പട്ടാണി സ്വാമികൾ പറയുന്നു, നിനക്കിപ്പോൾ ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് ആ കുടുംബം മൊത്തം നന്നായതായിട്ടും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരുടെ പ്രവർത്തനം എന്തിനും നല്ലതാക്കാൻ വേണ്ടിയാണ്. നമുക്ക് പുറമേക്ക് മോശമായിട്ടോ തെറ്റായിട്ടോ ഒക്കെ തോന്നിയാൽ പോലും ഗുരുക്കന്മാർ ഈ മനുഷ്യൻ്റെ കർമ്മഗതിയിൽ നിന്ന് പൊട്ടിച്ച് അവനെ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പ്രവൃത്തിയെ സംശയിക്കുന്ന ഒരു അറിവില്ലായ്മ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളായിട്ടും പ്രോബ്ലങ്ങളായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പരിണമിക്കുന്നതിനും ഒക്കെ തടസ്സം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ യഥാർത്ഥ പ്രശ്നത്തെ ഒബ്സർവ് ചെയ്യുന്നതിന് പകരം തെറ്റായിട്ട് മറ്റുള്ളവരെയും പുറത്തും ലോകത്തും എല്ലാം കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആയിപ്പോയ സാഹചര്യത്തിൽ അവനവനിൽ തന്നെ അവനവൻ്റെ തടസ്സങ്ങളായിട്ടും കുറ്റങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒബ്സർവേഷനെ കുറിച്ച്, റൈറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാതെ ഹാലൂസിനേറ്റഡ് ആയിട്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സംശയങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വായിച്ച അറിവിൽ നിന്നുള്ള നിഗമനങ്ങളിലോ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടോ അല്ല, നമ്മുടെ നിരീക്ഷണം, ശ്രദ്ധാഭക്തി കൊണ്ടുള്ള നമ്മുടെ ഒബ്സർവേഷൻ കൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷനിലൂടെ ഇവിടെ സംഭവിച്ച ഇപ്പോൾ ആശ്രമത്തിൻ്റെ ഒരു പരിണാമത്തെക്കുറിച്ച് സംഭവിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു സമയത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഴയ ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. ഗുരുവിൻ്റെ നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യങ്ങളും ആ കർമ്മവും ധർമ്മവും ആ ശുദ്ധിയും സത്യവും നീതിയും ആ ഗുരുവിൻ്റെ പൂർണ്ണത, ഇതൊക്കെ നമുക്ക് ഇനി ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, പഴയ തലമുറകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ശിഷ്യപൂജയുടെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്താണ് നമുക്ക് ഈ സംശയങ്ങളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ശിഷ്യപൂജയെക്കുറിച്ച് സംശയിക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശിഷ്യപൂജിത ആരാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. വെറുതെ നമ്മൾ ശിഷ്യപൂജിതയെ സംശയിച്ച് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാതെ ശിഷ്യപൂജിത ആരാണ് എന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ആദ്യം തൊട്ട് നോക്കുമ്പോൾ ഈ കുഞ്ഞ് ശിഷ്യപൂജിതയുടെ വീട്ടിൽ ഗുരു ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ കാലത്ത് ഗുരുവിനോടൊപ്പം ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ വന്നും പോയി നിൽക്കാൻ വലിയ വലിയ വീടുകളിൽ നിന്നും പല നല്ല സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിശ്വാസ സ്വഭാവത്തിൽ വന്ന് പല പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും അതിനെല്ലാം സൊല്യൂഷനൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗുരുവിനോടൊപ്പം വന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വളരെ ദാരിദ്ര്യത്തിലും വളരെ വിഷമതകളിലും ഉള്ള വ്യക്തികളാണ് കൂടുതലും, മെജോറിറ്റിയും വന്നിട്ടുള്ളത്. അതായത് ഒരു ജീവിത സാഹചര്യങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ ആണ് സ്വാഭാവികമായി അന്നത്തെ കാലത്ത് ഇതേപോലുള്ള ഗുരുവിൻ്റെയൊക്കെ കൂടെ വന്ന് നിന്നിട്ടുള്ളത്. പക്ഷേ ശിഷ്യപൂജയെ സംബന്ധിച്ച് ശ്രദ്ധിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിത സാഹചര്യമുള്ള ഒരു വീട്ടിലെ കുട്ടി, അത് കൊച്ചുകുട്ടി 8-9 വയസ്സുള്ള സമയത്ത് ഈ കുട്ടി ഗുരുവിനെ വളരെ നേരത്തെ തന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ ദർശനത്തിൽ നിരന്തരം കാണുന്നുണ്ട് ഈ കുട്ടി ഗുരുവിനെ. അപ്പോൾ ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ, തൻ്റെ വീട്ടിൽ വരുന്ന കാണുമ്പോൾ തന്നെ ഈ കുട്ടി വന്ന് നമസ്കരിക്കുകയും ഗുരുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ ചെറുതിലേ കണ്ടിരുന്ന ആളെന്ന് അച്ഛനോട് പറഞ്ഞ് നമസ്കരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനെ കണ്ട മാത്രയിൽ ഗുരുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഈ കുട്ടി, അപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ അന്നത്തെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ശിഷ്യപൂജിത വളർന്നിട്ടുള്ളത്. അപ്പോഴും ഗുരുവിൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ സംതൃപ്തിയിലും ശാന്തിയിലും ആ സ്നേഹത്തിലും ഒക്കെയാണ് കുട്ടി പിടിച്ചു നിന്നത്. പിന്നെ പിൽക്കാലത്ത് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മകൾ ഇതുപോലുള്ളൊരു സാഹചര്യത്തിലല്ല ജീവിക്കേണ്ടത്. വളരെ അവർക്ക് പഠിപ്പിച്ച് ചിലപ്പോൾ വലുതാക്കി, രക്ഷകർത്താക്കളുടെ ഒരു താല്പര്യം പിൽക്കാലത്ത് ചിലപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത് നിന്ന് പലരും മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ അവർ മാക്സിമം ശ്രമിക്കുന്നു. എന്തിന്?
അത് വലിയ കോടതിയും കേസും വഴക്കും നിയമസഭയിൽ വരെ എത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുവിനെ സംബന്ധിച്ച് അത് വലിയ വിഷമത ഉണ്ടാക്കിയ ഒരു സാഹചര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ അധികാര സ്വഭാവത്തിലുള്ള പലരും ഈ കുട്ടിയെ പറഞ്ഞു വിടാത്ത എന്തേന്ന് പറഞ്ഞ് ഗുരുവിനോട് വഴക്ക് കൂടിയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞ് കഞ്ഞി കുടിക്കുന്നതൊക്കെ സാഹചര്യത്തിൽ പലരും ഈ കുഞ്ഞിനെ ഇങ്ങനെ പരിഹസിക്കുന്നത്, ഈ കുട്ടിയാണ് ഈ ഗുരുവിന് ഇത്രയും വിഷമം ഉണ്ടാക്കുന്നത്, ഇവരെ പറഞ്ഞു വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നതും. അപ്പോൾ ഈ കുട്ടി അതെല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നതും. അഭിമന്യ ശിഷ്യപൂജയുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പൊയ്ക്കൂടെ, അച്ഛന്റെ അമ്മയുടെയും കൂടെ പൊക്കൂടെ എന്ന് വരെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടി ഇവിടെ പിടിച്ചു നിന്നു. അതിനുശേഷം ഒരു ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ ഗുരുവിൻ്റെ വഴക്കുകളും ദേഷ്യങ്ങളും ചിലപ്പോൾ അടിക്ക വരെ ഗുരു ചെയ്യും. എന്തിനാണ്? അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഗുരു ഈ ശിഷ്യന്മാരെ ഉയർത്തുന്ന ശിഷ്യന്മാരെ മാക്സിമം ഉയർത്താൻ വേണ്ടി ഇപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഗുരു ആ കുറ്റം പറയുന്ന ആളുടെ കുഴപ്പമാണെന്ന് മനസ്സിലായാൽ പോലും ഗുരു അത് വിശ്വസിച്ച് എന്ന വ്യാജേനയൊക്കെ വഴക്ക് പറയും. കാര്യം ഈ കർമ്മഗതികളെല്ലാം പൊട്ടിച്ച് ഈ അഹന്താ സ്വരൂപമൊക്കെ പോയി ഇയാൾക്ക് കോൺഷ്യസ്നെസ്സിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടിയുള്ള ഗുരുക്കന്മാരുടെ ഒരു സൂത്രമാണത്. അപ്പോൾ ഗുരു ഒന്നും അറിയാത്ത പോലെയൊക്കെ വഴക്ക് പറയുക, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കുക, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അടിക്കുക, അങ്ങനെയൊക്കെ പലതും ചെയ്യുമ്പോഴും ഈ കുഞ്ഞിന് ദർശന സ്വഭാവത്തിൽ ഈ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പല ഭാഗത്തു നിന്ന് ദർശന സ്വഭാവത്തിൽ വന്ന് ഇത് തെറ്റിക്കരുത്, ഈ ഗുരു ഇത് സത്യമാണ്, ഇത് നിങ്ങൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം, ഇത് ഇങ്ങനെ ഈ ഗുരുവിനോടൊപ്പം നിൽക്കണം എന്നൊക്കെ അറിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ വളർന്നു വന്ന ഈ കുട്ടി ഗുരു എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിക്കുന്നു, ഗുരുപൂജ ചെയ്യിക്കുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ സമ്പൂർണ്ണമായി സത്യത്തിൽ വിലയം പ്രാപിച്ച് പൂർണ്ണത പ്രാപിച്ച് നിൽക്കുന്ന ഒരു ഗുരുവിന് ശിഷ്യന്മാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഗുരു എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ ഗുരുവിൻ്റെ ശരീരത്തെ അപകടപ്പെടുത്തുന്ന സിറ്റുവേഷൻ വരെ വരുമ്പോൾ ഈ കുഞ്ഞാണ് സങ്കല്പം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കോട്ടയം ആശ്രമത്തിലൊക്കെ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന സാഹചര്യം വരെ വരുമ്പോൾ അവിടുത്തെ സൂക്ഷ്മശക്തികളെ പിടിക്കുമ്പോൾ അപ്പോൾ ശിഷ്യപൂജിത അതിനനുസരിച്ച് സങ്കല്പം ചെയ്യുന്നതും അപ്പോൾ ഗുരു പറഞ്ഞ അത് നന്നായി ഇന്ന രീതിയിൽ. അങ്ങനെ എത്ര സാഹചര്യങ്ങളിൽ ഗുരുവിനെ ഈ സങ്കല്പം ചെയ്ത് ഗുരുവിനോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് ഗുരുവിനെ ആരാധനാമൂർത്തിയായിട്ട് കണ്ട് ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഈ കുഞ്ഞ് അവസാനം പോലും ഗുരുവിന് ഈ ശിഷ്യൻ അടുത്തുണ്ടെങ്കിൽ സങ്കല്പം ചെയ്യുന്നത് കാരണം ശിഷ്യനെ പറഞ്ഞു വിട്ടിട്ടേ ഗുരുവിന് ദേഹവിയോഗത്തിലേക്ക് മാറാൻ ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ പോലും ഗുരു ശിഷ്യപൂജയെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കാരണം ശിഷ്യപൂജ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആശ്രമത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതിനുശേഷം ഇപ്പോൾ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ശിഷ്യപൂജിത ഈ ഗുരുസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാം ഗുരുവിൻ്റെ നേരിട്ടുള്ള അറിയിപ്പിനനുസരിച്ചാണ്, സൂക്ഷ്മത്തിൽ ഗുരുവിൻ്റെ അറിയിപ്പിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശിഷ്യപൂജ ആ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തി ഗുരുസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, അത് വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഗുരുനിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരെല്ലാവരും പലരും ഇങ്ങനെ പലതും പരിഹസിക്കുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് അവരെല്ലാം ഗുരുവിൻ്റെ മാർഗം നടപ്പാക്കാൻ വേണ്ടി ഈ സാധാരണക്കാർ ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത കുറച്ച് പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ വ്യക്തികൾ ഗുരുവിൻ്റെ ആശയം നടപ്പാക്കാനൊക്കെ കിടന്നിങ്ങനെ വെമ്പൽ കൊള്ളുമ്പോൾ ഗുരുവിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് സാക്ഷാത്കരിച്ച ഒരു ശിഷ്യൻ്റെ താല്പര്യം എന്തായിരിക്കും ഈ വിഷയത്തിൽ? അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരുവിനോടൊപ്പം നിഴൽ പോലെ നിന്ന് കുഞ്ഞു പ്രായത്തിൽ തൻ്റെ ജീവിതം മൊത്തം ഈ ആശ്രമത്തിൽ ചെലവഴിച്ച വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ പൂർണ്ണമായ കാലഘട്ട ആശ്രമത്തിൽ തൻ്റെ ജീവൻ്റെ ഭാഗമായിട്ടുള്ള ഈ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടിയ ഈ ആശയത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഈ ഗുരുവിന് വേണ്ടി മാത്രം ഗുരുവിനോടൊപ്പം ജീവിച്ച ആ വ്യക്തിയുടെ ഈ മാനസികാവസ്ഥ എന്തായിരിക്കും? തൻ്റെ ആരാധനാമൂർത്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നായിരിക്കും ആ വ്യക്തിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും സാധാരണക്കാരുകൾ ഇത്രയും തോന്നുമെങ്കിൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ നമുക്ക് ഇത്രയും തോന്നുമെങ്കിൽ ആ ഗുരുവിൻ്റെ കൂടെ നിന്ന് ആ വ്യക്തിക്ക് എന്തായിരിക്കും ഗുരുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത? ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ ആരാധകർ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, ചിലർ മരിക്കാൻ വരെ തയ്യാറാവും. അപ്പോൾ അതുപോലെയാണോ ഒരു ഗുരുവിൻ്റെ കാര്യം? അപ്പോൾ ഒരു ഗുരുവിന് വേണ്ടി ഇത്രയും സ്വീകരിച്ചിരിക്കുന്ന ഈ കുട്ടി അതിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ മനസ്സിൽ തൻ്റെ ഗുരുവിന് ആ ജീവിതം തന്നെ തൻ്റെ ഗുരുവിനെ ആശയം ലോകത്തിലെത്തിക്കണം, തൻ്റെ ഗുരുവിനെ ആരാധനാമൂർത്തിയായിട്ട് എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ആ കുഞ്ഞിനോ അവശേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഗുരുസ്ഥാനത്തേക്ക് വരാനൊന്നും ഈ കുഞ്ഞ് ആഗ്രഹിച്ചില്ല. പക്ഷെ ഗുരു നിർദ്ദേശപ്രകാരം, കാരണം ഗുരുവിന് ഉപാധിയായിട്ട് കോൺഷ്യസ്നെസ്, ഈ പറയുന്ന തൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് ലയിച്ചൊരു കോൺഷ്യസ്നെസ് നിന്നു കൊടുത്താൽ മാത്രമേ ആ ഗുരുബോധമായിരിക്കുന്ന ആ ദൈവിക ബോധത്തിന് ഒരു ഉപാധിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് നിന്നേ പറ്റൂ
എന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പരിണമിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഗുരുക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഗുരുക്കന്മാർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഓഷോ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ഓഷോയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ഓഷോയുടെ രീതികളോ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന മറ്റൊരു രീതിയിലാണ്. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പറ്റൂ. അല്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് അത് കുഴഞ്ഞു പോകും, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല. ഞാനിപ്പോൾ ഓഷോയുടെ പേര് പറയുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ഓഷോയുടെ പുറകെ പോകാമെന്ന് വെച്ചാൽ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഓഷോയുടെ സ്വന്തം ശിഷ്യന്മാർ പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹം അവസാനം വിഷമിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ഉയർന്ന, ഈ ലോകത്തിൻ്റെ തന്നെ നാനാഭാഗത്തു നിന്നുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു, ഇവർ പുറത്തുള്ളവരെന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു തവണ അദ്ദേഹം പറഞ്ഞു സെക്സി സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞപ്പോൾ ഹൗ ഡെയർ യു സേ ലൈക്ക് ദാറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു? കാര്യം നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഇങ്ങനെ പറയുന്നു. അതായത് അദ്ദേഹം സെക്സിനെ കുറിച്ചല്ല, സെക്സിൽ നിന്ന് മോചനം നേടി ജീവന്റെ പൂർണ്ണതയിലേക്ക് ഉയരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ശിഷ്യന്മാരെ തെറ്റിദ്ധരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുറമേക്കുള്ളവരോട് ക്ഷമിക്കാം, അവർ തെറ്റിദ്ധരിച്ചു, പക്ഷേ എൻ്റെ കൂടെ നിന്നവരടുത്ത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, അവരത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് വ്യസനിച്ചാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഈ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാലശേഷം ഇവിടെ എൻ്റെ ഒരു ശിഷ്യനായിട്ട് ആരും ഉണ്ടാകില്ല. നിങ്ങൾ മനുഷ്യരൂപത്തിൽ സാക്ഷാത്കരിച്ച മറ്റൊരു ഗുരുവിനെ തേടിക്കൊള്ളണം. ആ ഗുരുവിലൂടെ എന്നിലൂടെ നിങ്ങൾ അനുഭവിച്ച അതേ വൈബ്രേഷൻ, ആ ദൈവികതമായ സത്യത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് ആ മനുഷ്യ ഗുരുവിലൂടെ കിട്ടും. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യരുത്, എന്നെ ആരാധിക്കരുത്, എന്നെ ഒരു ദൈവമാക്കി മാറ്റരുത്. നിങ്ങൾ എൻ്റെ ഇവിടെ ശിഷ്യ പരമ്പര ഉണ്ടാവില്ല. മനുഷ്യരൂപത്തിൽ ഒരു ഗുരുവിനെ തേടി കണ്ടുപിടിച്ചോളണമെന്നാണ് അദ്ദേഹം ശിഷ്യ പരമ്പരയോട് ആഹ്വാനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ ആറാമത്തെ അവസ്ഥയിൽ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ആ ദൈവികമായിട്ടുള്ള ഒരു പ്രകാശത്തിൻ്റെ ഒരു ഇത് കണ്ട ആളാണ്. ആ പൂർണ്ണതയിലേക്ക് പോയ ആളല്ല, അതിനെ കണ്ട ആളാണ്. ആ കണ്ട ആൾ പോലും പറഞ്ഞു ശിഷ്യഗണങ്ങളോട്, ഇത് ആ എൻലൈറ്റൻമെൻറ്റിൽ എത്തിയ മറ്റൊരു മനുഷ്യ ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടൂ, അല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ തലത്തിലിരുന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുകയോ എൻ്റെ പിറകെ ഞാൻ പാട്ടും പാടി നടന്നാലൊന്നും കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നു. അപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഗുരു പറഞ്ഞേക്കുന്നു, ഇവിടെ എക്കാലവും അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയാണ് വാക്ക്, അവിടെ അങ്ങനെ ഒരു വാക്കില്ല, ഒരാളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വാക്ക് ബ്രഹ്മനിശ്ചയമായിട്ടുള്ളൊരു വാക്ക്, ഇവിടെ എക്കാലവും അനുഭൂതി സ്വഭാവത്തിൽ വികസിച്ച ഒരു ഗുരു ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി. അപ്പോൾ ആ ഗുരുവിലൂടെ മാത്രമേ ഈ പറയുന്ന സത്യത്തിൻ്റെ പ്രകാശത്തിൻ്റെ ആ തലത്തിലിരിക്കുന്ന ഒരു വൈബ്രേഷൻ ശിഷ്യ സമൂഹത്തിന് കൊടുക്കാനും, കൂടാതെ ഈ ശിഷ്യ സമൂഹത്തെ ആത്മീയമായി പരിണമിപ്പിക്കാൻ. കാര്യം ആധ്യാത്മികമായ അനുഭൂതി തലത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ ആശ്രമ സ്വഭാവത്തിലുള്ള ഒരു കാര്യം. ഇപ്പോൾ ഗുരുവിന് പബ്ലിക്കായിട്ട് പറയാവുന്ന മാത്രമല്ലേ ഗുരുവാണികളിലുള്ളൂ. രഹസ്യമായിട്ട് ശിഷ്യ സ്വഭാവത്തിൽ ഗുരു ട്രെയിൻ ചെയ്തതൊന്നും ഗുരുവാണികളിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പം ഈ ഗുരുപൂജയും ഈ ഇതുപോലുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം ഈ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള അർത്ഥത്തിൽ ഈ ഗുരുമാർഗത്തെ നമ്മൾ തടുക്കാൻ ശ്രമിച്ചു. അറിവില്ലാതെ നമ്മുടെ പരമ്പരയിലുള്ള ഒരു വിഭാഗം കുറച്ച് പേര് ഇതിനെ തടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇതിന്റെ മിസ്റ്റേക്കിന്റെ ഒരു തുടക്കം. പക്ഷെ വിഷം ഒരുപാടൊന്നും വേണ്ടല്ലോ, ഒരു തുള്ളി മതി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ ശിഷ്യ സമൂഹത്തിന്റെ പലരുടെയും വിഷമം ഗുരുവിന്റെ പ്രസക്തി മുങ്ങിപ്പോകുമോ എന്നുള്ളതാണ്. പക്ഷേ ഗുരുവിന്റെ പ്രസക്തി ഒരിക്കലും മുങ്ങിപ്പോകുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ ഗുരു നാനാക്കിന്റെ പരമ്പര ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, 10 പരമ്പര അവർ കറക്റ്റായിട്ട് പോയി. അപ്പോൾ ആ 10 തലമുറ കറക്റ്റായിട്ട് പോയപ്പോൾ ഗുരുനാനാക്കിന്റെ പേര് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ അവസാനം ആ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറഞ്ഞ അവരൊരു പുസ്തകത്തെയാണ് അവസാനം ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അതിനകത്തുള്ള മറ്റു ഗുരുക്കന്മാരുടെ പേര് വായിച്ചിട്ടുള്ളവർക്കേ അറിയാവൂ. അപ്പോൾ ഗുരുനാനാക്ക് മാത്രമാണ്. എന്നാൽ ആ തലമുറയിൽ ഈ ഗുരുക്കന്മാർ ആ ഗുരുനാനാക്കിന്റെ പ്രത്യക്ഷ സ്വരൂപമായി, ദൈവത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണ് ശിഷ്യ പരമ്പര കണ്ടിരുന്നത്. അങ്ങനെ വേണം ഗുരു ശിഷ്യ ബന്ധത്തിലേക്ക് പോകാൻ എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ഭാരതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെയാണ് എല്ലാ പരിണാമവും, ഈ ആധ്യാത്മികമായിട്ടുള്ള പരിണാമങ്ങളെല്ലാം അതിൻ്റെ സത്യം. എന്തിന് നമ്മുടെ ഗുരു പോലും ആധ്യാത്മികമായിട്ടൊരു ഗുരുവിനെ സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ആ ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ പരിണമിക്കാനുള്ള ഒരു അവസരത്തെ അതിനെ തന്നെ ആദ്യമേ തടുക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ശ്രമിച്ചത്? ഗുരുവിൻ്റെ പ്രസക്തി മുങ്ങിപ്പോവും എന്നുള്ള സംശയത്തിലാണ്. പക്ഷേ ഗുരു തന്നെയാണ് എക്കാലവും ആരാധനാമൂർത്തിയും നാമസ്വരൂപവും എല്ലാമായിട്ട്. ഈ ഫൗണ്ടർ ഗുരുവിൻ്റെ ആ തുടങ്ങി വെച്ച ആത്മജ്യോതിയുടെ ഒരു പരിണാമമായിട്ടാണ് ഇത് പരിണമിച്ച് പോകുന്നത്.
എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാതെ ഒരു വിഭാഗം നടത്തിയ ആ കുൽസിത പ്രവർത്തനങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പ്രവർത്തിച്ച് വികസിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പുതിയ ഒരു തലമുറയായിട്ടുള്ള സന്യാസി സമൂഹത്തെ കൊണ്ടുവന്നപ്പോഴാണ് പലർക്കും വീണ്ടും സംശയങ്ങളുണ്ടായത്. അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിലുള്ള ആദ്യ കാലഘട്ടത്തിലുള്ള സന്യാസി സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സഹോദരിയെ പോലെ അവരുടെ തലത്തിലുണ്ടായിരുന്ന ഒരു ശിഷ്യയെ ഈ പറയുന്ന ഒരു തലത്തിലേക്ക് കാണാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവർ എല്ലാവരും ഈ പറയുന്ന ഒരു ശിഷ്യ ഗുരുസ്ഥാനത്ത് കാണാനുള്ള ഒരു വിഷമം കൊണ്ട് അവരാരും അത് സ്വീകരിക്കാത്ത ഒരു സമയത്ത് ഈ ഗുരു നിർദ്ദേശിച്ച ഈ ഗുരുമാർഗങ്ങളും അല്ലെങ്കിൽ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാതെ നമ്മൾ മനസ്സിലാക്കിയ ഈ സാധാരണ ലെവലിൽ മനസ്സിലാക്കിയ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒരു മഠം പോലെ ഒരു നിയമാവലി പോലെ എന്തോ ചിട്ടവട്ടങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യകാലങ്ങളിൽ പഴയ സന്യാസിമാർക്കാണ് എല്ലാ അധികാരങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നതെങ്കിലും അവർ പ്രവർത്തിച്ചു വരുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ വെറും ഒരു ആരാധന സമ്പ്രദായം പോലെ ആക്കാനുള്ള ഒരു പരിശ്രമം വന്നപ്പോഴാണ് ഈ ഗുരുമാർഗത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് ഈ ഗുരു എന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതാകുമെന്ന് കണ്ടപ്പോഴാണ് പതുക്കെ ഈ പറയുന്ന ഒരു പുതിയ ഒരു തലമുറയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വശം വന്നത്. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളിനി കാര്യങ്ങളെ ക്ലിയറായിട്ട് വളരെ ക്ലിയർ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പഴയ സന്യാസി സ്വഭാവത്തിലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ ശിഷ്യപൂജിതയെ ഗുരുസ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർ ഗുരുസ്ഥാനത്ത് കണ്ടേ പറ്റൂ. കാരണം ഒന്നുകിൽ അവർ പൂർണ്ണമായ സാക്ഷാത്കാരത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർ ഗുരുസ്ഥാനത്ത് കണ്ടേ പറ്റൂ. കാരണം അതുകൊണ്ടാണ് ഓഷോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഷ്യന്മാരെ കുറിച്ച് പോലും പറഞ്ഞു, മറ്റ് മനുഷ്യരൂപത്തിൽ ഒരു ഗുരുവിനെ കണ്ടെത്തിക്കൊള്ളണം. കാര്യം നിങ്ങൾ മനസ്സിനെ അതിവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സത്യവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. മനുഷ്യരൂപത്തിൽ ഗുരുവിനെ സ്വീകരിക്കണം. ഇപ്പം രാധാസ്വാമി പരമ്പരയിൽ, ഗുരുനാനാക്കിൻ്റെ പരമ്പരയിൽ അവർ പറഞ്ഞു മനുഷ്യരൂപത്തിൽ ഗുരുവിനെ സ്വീകരിക്കണം. കാരണം നിങ്ങൾ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ സത്യത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾക്ക് പരിണമിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പഴയ തലമുറയിലുള്ള ശിഷ്യ സമൂഹത്തെക്കുറിച്ച് ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നവരെ സംബന്ധിച്ചും ഈ ശിഷ്യപൂജിതയുടെ കോൺഷ്യസ്നെസ്സിന്, ബോധമണ്ഡലത്തിന് ഒരു പരിവർത്തനം വന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് നമ്മൾ ഗുരുക്കന്മാരെക്കുറിച്ച് പുസ്തകങ്ങൾ വായിച്ചാൽ, ലോക ഗുരുക്കന്മാരെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് ഈ ആധ്യാത്മികമായി മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിന് ആത്മജ്ഞാനം അല്ലെങ്കിൽ ബോധോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ വരുമ്പോൾ എന്ത് പരിവർത്തനം വരുന്നു, പഴയ വ്യക്തി വെറും സാധാരണക്കാരനായ അഹന്താ സ്വരൂപത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് പരിവർത്തനം വരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പഴയ ഈ മറ്റ് ഗുരുക്കന്മാരെ സംസാരിച്ചേക്കുന്ന വായിച്ചിട്ടില്ലാത്തതിൻ്റെ കുറവാണ്. ഇപ്പം ഞാനത് വായിച്ചിട്ട് ഈ രീതിയിലൊക്കെ വിശദീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വന്തം അനുഭവവശത്തിൻ്റെ വെളിച്ചത്തിൽ ഇതൊരു ഗ്ലിംസ് ആയിട്ടെങ്കിലും കുറച്ച് ഈ മനസ്സൊഴിഞ്ഞ് ഈ സത്യത്തിൻ്റെ വശത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ഗ്ലിംസ് ആയിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെ വിശദീകരിക്കുമ്പോൾ ഇവരെന്നെ പരിഹസിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ശിഷ്യപൂജിത, ഇപ്പോൾ അമൃതാജ്ഞാന തപസ്വിനി എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഇല്ലാതായിട്ട് പുതിയൊരു വ്യക്തിത്വം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്ത് വട്ടാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനൊക്കെ പരിഹസിക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബോധമണ്ഡലത്തിന് സംഭവിക്കുന്ന പരിണാമം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം ഈ പഴയ അഹന്താ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിത്വം അത് അതിൻ്റെ സമൂലമായ മെമ്മറിയും അതിൻ്റെ സമൂലമായ കർമ്മബന്ധങ്ങളും അതിൻ്റെ അറ്റാച്ച്മെൻറ്റുകളും അതിൻ്റെ എല്ലാമായിട്ടങ്ങ് മാറി. അത് ഒരു ഉണർന്നൊരു അവേക്കനിങ് ഉണ്ടായി. അദ്ദേഹം ഒരു പുതിയ ബോധമണ്ഡലത്തിൽ വരുമ്പോൾ, അപ്പോൾ ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഈ ഒരു ദൈവികമായ ഒരു ഓം എന്നൊക്കെ പറയുന്ന ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് എല്ലാത്തിലും വ്യാപിച്ച് നിൽക്കുന്ന ഒരു കോൺഷ്യസ്നെസ്സാണ്. ആ ഒരു കോൺഷ്യസ്നെസ് ഈ ശരീരത്തെ ഉപയോഗിക്കുന്നു, എന്നാൽ അത് എല്ലാ ശരീരത്തിലും അത് വർത്തിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ഒരു പരിണാമം വന്ന ഒരു വ്യക്തി, ഇതും ഓം പോയിന്റിൽ എത്തുന്നേ ഉള്ളൂ. ഓം പോയിന്റും കടന്നാണ് യഥാർത്ഥ ദൈവികമായിട്ടുള്ള ഡിവൈൻ തലം. ഈ ഓം പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ്നെസ്സിൽ എത്തുമ്പോൾ തന്നെ ഇദ്ദേഹം വളരെ ഒരു ഡിവൈൻ പേഴ്സൺ ആവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അഹന്തയൊക്കെ പോയി, സമൂലമായ അഹന്തയെല്ലാം പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ അഹന്തയെ ഉപയോഗിക്കുകയാണ്. ആ ഒരു ഹയർ കോൺഷ്യസ്നെസ് ഇദ്ദേഹത്തിൻ്റെ അഹന്ത സ്വഭാവത്തിലുള്ള വ്യക്തിത്വത്തെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഇതെല്ലാം കടന്നു. അപ്പം ഇതും കടന്നിട്ടാണ് ഈ ഓം പോയിന്റും ഈ ശൂന്യത ഇതെല്ലാം കടന്നിട്ടാണ് ഗുരുബോധം. ആ ഗുരു തുടങ്ങി വെച്ചിട്ടുള്ള തൻ്റെ ആ ഗുരുബോധത്തിൽ ലയിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ ശിഷ്യനിലൂടെ ഗുരു പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ആ വ്യക്തിത്വമായിട്ട് നമ്മൾ മനുഷ്യ ശരീരത്തിലുള്ള മനസ്സും ശരീരവും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആത്യന്തികമായി അകത്തോട്ട് പോകുമ്പോൾ ഇതൊരു ബോധമണ്ഡലമാണ്. ബോധമണ്ഡലത്തിൻ്റെ ഫ്രീക്വൻസി തലത്തിലുള്ള വൈബ്രേഷനാണ്. ശുദ്ധമായ സ്നേഹമായ ആ ഒരു വൈബ്രേഷൻ്റെ തലത്തിൽ നിന്ന് ആ ബോധമണ്ഡലം
ഈ ശിഷ്യനിലൂടെ പ്രവർത്തിച്ച് ഈ ശിഷ്യനിലൂടെ മറ്റ് ശിഷ്യന്മാരെ നിയന്ത്രിക്കുന്നു. അപ്പം പണ്ടത്തെ നമ്മുടെ അജ്ഞാനത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ ശിഷ്യഭൂതയെ പഴയ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് ആ വ്യക്തിയല്ല നമ്മൾ നമസ്കരിക്കുന്നതും, ആ വ്യക്തിയല്ല പഴയ സന്യാസിനിയായിട്ട് നമ്മൾ കണ്ട വ്യക്തിയല്ല. ഇതൊരു പുതിയ വ്യക്തിത്വം ഇമേർജ് ആയിരിക്കുകയാണ്. നമ്മൾ ആധ്യാത്മികതയിൽ പറയും പുതിയൊരു ജന്മം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിത്വത്തെ ഈ പഴയ സന്യാസിമാർ, സീനിയർ ആയിട്ടുള്ള എല്ലാ സന്യാസിമാരും, ഇപ്പോൾ സൽപ്രഭസ്വാമിയും സാത്വികന്യയും അമലാന്യയും പിന്നെ രഞ്ജമ്മാമനും ഇവരെല്ലാം വന്ന് നമസ്കരിക്കണം. അതിനെ ആ പുതിയ ബോധത്തിലിരിക്കുന്ന ആ പ്രകാശത്തെ, അത് പഴയ ശിഷ്യഭൂത എന്ന വ്യക്തിത്വമല്ല, ആ പ്രകാശത്തെ അവർ കാണണം. കണ്ടവർ നമസ്കരിച്ച് അവരുടെ തോൽവി അതാണ് അവരെ ജയം. അവരുടെ അഹന്തയുടെ കാര്യം, അവർക്കും ഈ ബോധത്തിലേക്ക് ഉണരണമെങ്കിൽ അവരുടെ അഹന്ത തോറ്റ് അവരുടെ അറിവുകളും ഇന്ന് വരെ അറിഞ്ഞതും ഇന്ന് വരെ കേട്ടതും അനുഭവിച്ചതും അവരുടെ കർമ്മസഞ്ചയങ്ങളും അവരുടെ അഹന്തയെല്ലാം പോയി തോറ്റ് അതിനെ പൊട്ടിച്ച് അവർ പുറത്തു വരണം. എന്നിട്ട് പുതിയൊരു ബോധം അവർക്കും ഉണ്ടാവും, ഒരു പുതിയ ബോധം. ദൈവത്തിൻ്റെ ബോധത്തിലേക്ക് അടുപ്പിക്കണമെങ്കിൽ അവരെല്ലാം ഇത് സ്വീകരിച്ചേ പറ്റൂ. അപ്പം അത് സ്വീകരിക്കാതെ, ആ പഴയ ശിഷ്യ സമൂഹം അത് സ്വീകരിക്കാതെ അതിനെ എതിർത്ത് കൊണ്ട് വ്യക്തിഗതമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. വ്യക്തിഗതമായ അറിവിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഏകമായിട്ട് എല്ലാവരും ഒന്നായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അതിന് പകരം ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ടുള്ള മനസ്സിലിരുന്ന് കുതന്ത്രങ്ങളും സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ ചിന്തിച്ചോളണം, നമ്മളെടുത്ത് ഒരാൾ ആരായാലും സംസാരിക്കുമ്പോൾ ഈ വ്യക്തിഗതമായ ബോധത്തിൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലമുള്ള സംശയമുള്ള ഈ വ്യക്തിക്ക് ശാന്തിയുണ്ടോ ആദ്യം നമ്മൾ അന്വേഷിക്കണം. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് ശാന്തിയുണ്ടോ, സമാധാനമുണ്ടോ, ആനന്ദമുണ്ടോ, ഭക്തിയുണ്ടോ, എല്ലാത്തിനെയും ഒന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ, എല്ലാത്തിനും യോജിക്കാൻ കഴിയുന്നുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മോട്ടീവ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു മനസ്സിൽ നിന്ന്, ആ അറിവിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സംശയങ്ങളും ഭ്രാന്തുകളും പഴയ പല രീതികളും ഇങ്ങനെ പറഞ്ഞു പരത്തി, അങ്ങനെ അത് നമ്മുടെ പരമ്പരയിൽ കുറേശ്ശെ വന്നു. അപ്പം അതിനെ ഉപോത്ബലകമായി, അതിനെ ആ സംശയത്തെ ബലപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പം സാഹചര്യങ്ങൾ എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസി സമൂഹത്തിൽ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഈ പുതിയ ആൾക്കാരോടൊപ്പം പഴയ ആൾക്കാർ ചേരാത്ത ഒരു സ്വഭാവം വന്നു. കാര്യം അവർക്കത് ചേരാൻ പറ്റുന്നില്ല, അവരുടെ മനസ്സിന് അവരെയൊക്കെ മാറ്റി നിർത്തുന്നു എന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ അവർക്ക് അതിനോട് ചേരാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗുരു ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അധികാരമില്ലാതെ ത്യാഗം കൊണ്ട് പിടിച്ചു പറ്റുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അധികാരം എവിടെ? ഇപ്പോൾ ഓരോ സ്ഥാപനത്തിലും ഓരോ രംഗത്തും ഒക്കെ പലരും നല്ല കാര്യം ചെയ്യാനായിട്ട് എനിക്ക് അധികാരം വേണമെന്ന്. അധികാരം ഉണ്ടെങ്കിലേ നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ നമ്മുടെ അധികാരമൊന്നും ഇല്ലാതെ നമ്മുടെ സകലതും, നമ്മുടെ സകല അറിവും, നമ്മുടെ സകല കഴിവും എല്ലാം നമുക്ക് അധികാരമില്ലാതെ ആശ്രമത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. നമ്മുടെ സകല അറിവും ജ്ഞാനവും നമ്മുടെ കർമ്മം എന്തിനാണ്? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഞാനെന്ന ഭാവത്തുനിന്ന് മോചിതനാകുന്നത്. കാര്യം ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ചെയ്വത് ഗുരുവെന്ന് ഓർത്തത് ചെയ്യുക എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളെല്ലാവരും നമുക്കൊരു സ്ഥാനം കിട്ടട്ടെ എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കാം. പലരും പല സെക്ഷനിലും ഒക്കെ ഉള്ളവർ പറയുന്നതാണ്, എന്നെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, എനിക്ക് അധികാരം തന്നാൽ ഞാൻ പ്രവർത്തിക്കാം. അപ്പോൾ അധികാരമില്ലാതെ ത്യാഗം കൊണ്ട് പ്രവർത്തിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാര്യം ഈ അധികാരം വന്നിട്ട് എൻ്റെ ഞാനെന്ന ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഞാൻ കേമനാവുകയാണ്. ഞാനെന്ന ഭാവത്തിൽ കർമ്മസഞ്ചയം ഉണ്ടായി ഒരിക്കലും മുക്തമാകാത്ത ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഈ ആശ്രമ സ്വഭാവത്തിൽ അധികാരമില്ലാതെ പ്രവർത്തിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം അധികാര സ്വഭാവത്തിൽ പറയുന്നവരെ മാത്രമല്ല, അധികാരമില്ലാതെയും തൻ്റെ സകല കഴിവും തൻ്റെ ഊർജവും തൻ്റെ എല്ലാം തൻ്റെ ദൈവമായ ഗുരുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ ഗുരുബോധത്തിൽ ലയിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ സെക്ഷനിലുള്ളവരും തൻ്റെ പേര് വരുമോ പ്രവൃത്തി വരുമോ എന്നുള്ളതല്ല, എല്ലാവരും തൻ്റെ മാക്സിമം കൊടുക്കണം. അത് ഗുരുവിന്, സ്ഥാപനത്തിന്, പ്രസ്ഥാനത്തിന്. അപ്പം താൻ ഈ അഹന്താസ്വരൂപമായ തന്നെ എല്ലാ പ്രശ്നങ്ങളിലും കുടുത്തിക്കിടത്തുന്ന, എല്ലാത്തിലും വിഷമിപ്പിക്കുന്ന, എല്ലാത്തിലും ദുഃഖിപ്പിക്കുന്ന, അതിൽ നിന്ന് താൻ മോചിതനായി അതിൻ്റെ നന്മ ചിലപ്പോൾ പ്രസ്ഥാനത്തിനോ അതിൻ്റെ നേതൃത്വത്തിനോ മറ്റാർക്കെങ്കിലും ആയിരിക്കും കിട്ടുന്നത്, പേര്. പക്ഷേ ഇവിടുത്തെ ഭൗതികമായ പേര് കൊണ്ട് എന്താണ് ഗുണം? ഇപ്പം മഹാത്മാഗാന്ധിയെ ലോകം മൊത്തം സ്തുതിക്കുന്നു, പക്ഷേ മഹാത്മാഗാന്ധിയുടെ ജീവൻ എന്ത് കിട്ടിയെന്നുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ സത്യം. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിൽ ആത്യന്തികമായി എന്താണ് നമുക്ക് വേണ്ടത്? അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലുള്ള ഒരു അറിവ് നമുക്ക് വരാത്തതാണ് ഈ പരമ്പരയുടെ ഒരു ഈ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇപ്പം തന്നെ ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ചിന്തകൻ ആൽബർട്ട് ഐൻസ്റ്റീനും ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ, രണ്ടുപേരും ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളും രണ്ടുപേരും നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളവരുമാണ്, രവീന്ദ്രനാഥ് ടാഗോറും ആൽബർട്ട് ഐൻസ്റ്റീനും.
ഇവർ രണ്ടുപേരും കൂടെ ഒരു ചർച്ച നടത്തി. അപ്പോൾ ചർച്ച നടത്തിയപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൗതികമായ ലോകം സത്യമാണ്, ആ ലോകമാണ് സത്യം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണ്, സയൻസ്. രവീന്ദ്രനാഥ് ടാഗോർ ഇതെല്ലാം കാണുന്ന കോൺഷ്യസ്നെസ്സിന്റെ ആ സീർ, കാണുന്നവൻ, ദ ഒബ്സർവർ, അതാണ് സത്യം, ലോകം ഈ ഒബ്സർവറിന്റെ ഭാഗമാണ് എന്നുള്ള അറിവുള്ളതാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു, ഞാനിപ്പോൾ ഇവിടെ കാണുന്നില്ലെങ്കിലും ഞാനിവിടെ ഇല്ലെങ്കിലും ഈ മേശ അവിടെ ഉണ്ട്, ഞാൻ ഇവിടുന്ന് കാണാതെ ഞാൻ ഇവിടുന്ന് പോയാലും ഈ മേശ അവിടെ ഉണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു, നിങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായിട്ട് മേശയുണ്ട്, നിങ്ങളില്ലെങ്കിൽ ഉണ്ടെന്ന് പറയാനും നിങ്ങൾക്ക് ആ കോൺഷ്യസ്നെസ് വേണം. കൂടാതെ നിങ്ങളില്ലാത്തപ്പോൾ അത് കാണുന്നത് മറ്റു കോൺഷ്യസ്നെസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഷ്യസ്നെസ് തന്നെയാണ് സത്യം, കോൺഷ്യസ്നെസ്സിലാണ് ഇതുള്ളത്. ദ ഒബ്സർവർ ഈസ് ദ ഒബ്സർവ്ഡ്. അതായത് ഈ കാണുന്നവനിലൂടെയാണ് ഈ പ്രപഞ്ചം, കാണുന്നവനിലൂടെ അവൻ്റെ കോൺഷ്യസ്നെസ്സിലൂടെയാണ് എല്ലാ ചേഞ്ചും വരേണ്ടത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ ചർച്ച വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നും ഇദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ. അപ്പോൾ ഈ അതുകൊണ്ടാണ് പറയുന്നത്, നീയല്ലോ സൃഷ്ടിയും, നാരായണ ഗുരു പറഞ്ഞു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടിജാലവും എല്ലാം നീയല്ലോ. അങ്ങനെ ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരു ഇതെല്ലാം നീ തന്നെയല്ലേ, ഇതിൻ്റെ വർത്തമാനവും ഭൂതവും ഭാവിയും സൃഷ്ടിയും സൃഷ്ടാവായത് ഇതെല്ലാം ഈ സബ്ജക്റ്റിവിറ്റി ആയിട്ടുള്ള ആ കോൺഷ്യസ്നെസ്സിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ആ പ്യുവർ അവയർനെസ് ആയിട്ടുള്ള ദൈവമേ നീ തന്നെയല്ലേ ഇതെല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ നാരായണ ഗുരു പറഞ്ഞ ആ നീ ആയിട്ടിരിക്കുന്ന ആ സത്യം ഇതെല്ലാമായി മാറിയപ്പോഴും ആ നീ ആയിട്ടിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ദൈവികമായിട്ടുള്ള ഒരു സ്വഭാവത്തിലെ വൈബ്രേഷൻ ഇതെല്ലാമായി മാറിയിരിക്കുന്നെങ്കിൽ ഗുരു അതിൽ പരമമായ ദൈവത്തിൻ്റെ എന്തോ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ എലമെൻ്റ് ഈ സൃഷ്ടിയിൽ നിന്ന് മാറി നിന്നെങ്കിൽ അതിനെ വീണ്ടും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മുടെ ഗുരു വന്നത്. എന്താണോ ഇപ്പം നാരായണ ഗുരുവും മറ്റു ഗുരുക്കന്മാരും ഇവിടെ ഒരു സത്യമായിട്ട് ദൈവമായിട്ട് ആ പരമമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു എനർജി ആയിട്ട് ഒരു ഫ്രീക്വൻസി ആയിട്ട് ഈ സൃഷ്ടിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞോ സാക്ഷാത്കരിച്ചോ, അതിനും അപ്പുറത്തായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ആ വൈബ്രേഷൻ ഈ സൃഷ്ടി ജാലവും ദൈവവും സങ്കല്പവുമായിട്ടുള്ള ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഗുരു വന്നത്. അപ്പോൾ ഗുരു ആ കാര്യത്തെ കറക്റ്റ് ചെയ്ത് ആ സത്യത്തിൻ്റെ ആ ഒബ്സർവേഷൻ, അതായത് ഗുരുവിൻ്റെ ബോധമണ്ഡലത്തിലൂടെ ആ സത്യത്തിൻ്റെ ഒബ്സർവേഷൻ ഈ പ്രപഞ്ചത്തിൽ വന്നപ്പോൾ അത് ഗുരു തിരുത്തി കഴിഞ്ഞു. അത് ഗുരു തിരുത്തിയത് ഇനി തെറ്റിക്കാൻ ഗുരുവിന് മാത്രമേ കഴിയൂ. ഇത് മറ്റൊരു വ്യക്തികൾക്ക് ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന ഇവിടെയുള്ള പ്രവർത്തിക്കുന്നവരോ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ അധികാരിയോ മറ്റാൾക്കാരൊക്കെ തെറ്റിക്കുന്നു. അത് ഗുരുവിനെ മനസ്സിലാവാത്ത സംസാരമാണ്. കാര്യം ഗുരു തിരുത്തിയതിനെ തെറ്റിക്കാൻ ഇനി ഗുരുവിന് മാത്രമേ കഴിയൂ. ഗുരു തിരുത്തിയ ആ ബോധമണ്ഡലത്തെ അത് ഗുരുവിൻ്റെ പ്രഭാവം ഉള്ളിടത്തോളം കാലം അതിനെ തെറ്റിക്കാൻ ഇനി ഗുരുവിന് മാത്രമേ കഴിയൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനെ തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം ഇനി ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യം എവർ പറയുന്നത് പോലെ ഇപ്പോൾ തെറ്റിയെന്ന് എവർ പറയുന്ന പോലെ സമ്മതിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് സ്വാമി വിവേകാനന്ദനെയൊക്കെ പോലത്തെ ഒരു ശിഷ്യനെ അവൻ മറ്റൊരു സ്ഥലത്ത് ജനിച്ചു വരികയാണെങ്കിൽ അവന് ദർശനത്തിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കാണാനും ഗുരുവിൻ്റെ അഖണ്ഡനാമം കിട്ടാനും ഗുരുവിൻ്റെ അറിവുകൾ കിട്ടാനും ഈ സ്ഥലത്ത് വന്ന് ഗുരുവിൻ്റെ സ്ഥലത്തൊരു പുതിയ ശിഷ്യ സമൂഹം ഉണ്ടാവാനും ഇതെല്ലാം വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ തൽക്കാലമായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും അല്ല ഇതിൻ്റെ മാറ്റമോ ഇതിൻ്റെ നന്മയോ പ്രവൃത്തിയോ. അപ്പോൾ ഇത് ദൈവികമായിട്ടുള്ള ഒരു സത്യം ദൈവികമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ കാലാന്തര ഗുരുവിൻ്റെ പ്രഭാവം എത്ര കാലമുണ്ടോ ആ ഗുരുവിൻ്റെ ബോധമണ്ഡലത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലൂടെ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ട ആ സാഹചര്യത്തിൽ പലരും നമ്മൾ മാറി നിന്നു സംശയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ തെറ്റ് എവിടെയാണ്, ഏത് രീതിയിലാണ് നമ്മളിലൂടെ വന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇപ്പം നമ്മളെ പോലെയുള്ളവരുടെ ഒരു മഹാഭാഗ്യമാണിത്. നമുക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം ദൈവമായിട്ട് തന്നു എന്നുള്ളത്. അത് നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകാതെ നമുക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഇത് ഓരോരുത്തരും ഇതിനെ മാനിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഇനിയിപ്പോൾ ഇതിനെ ഇപ്പോൾ നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ പലതും തോന്നാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുമ്പോൾ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വിമർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാൻ ഒന്നിനെയും വിമർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാൻ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ മറ്റുള്ളവർ ഈ കുറ്റപ്പെടുത്തി നശിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് വിമർശിക്കാനേ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എന്നാൽ ഞാൻ ഈ അധികാര സ്വഭാവത്തിലുള്ളവരെ വിമർശിക്കാറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ
അത് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുമ്പോൾ അത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ എന്തെങ്കിലും ഒരു ഇവർ പറയുന്ന ആരോപിക്കുന്ന പോലെ ആരെങ്കിലും ഏൽപ്പിച്ചതുപോലെയോ ആരെങ്കിലും പറഞ്ഞതുപോലെയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അധികാര സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൽ വ്യക്തികളെ അല്ല ഞാൻ വിമർശിക്കുന്നത്, ഒരു പ്രവൃത്തി എന്നുള്ള രീതി വിമർശിക്കാറാണ് പതിവ്. അല്ലാതെ ഞാൻ ആരുടെയെങ്കിലും കൂടെ നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുകയോ എന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയോ ഒന്നുമല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പം ശിഷ്യപൂജിത പോലും ഒരു ഗുരുവെന്ന സ്വഭാവത്തിൽ നമ്മളെപ്പോലും പരീക്ഷിക്കാനും നമുക്ക് പോലും എതിരായിട്ട് പ്രവർത്തിക്കാനും വരെ സാഹചര്യമുണ്ട്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ആദ്യകാലത്തൊക്കെ ഗുരുവിനോട് പ്രവർത്തിക്കുമ്പോൾ ഗുരു നമ്മളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുമ്പോഴും ബാക്കിൽ കൂടെ നമ്മളെ തന്നെ പരീക്ഷിക്കാനുള്ള പല സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ ഈ പ്രവർത്തന രീതിയൊക്കെ കണ്ടിട്ട് ചില ശിഷ്യ സ്വഭാവത്തിലൊക്കെ ഉള്ള പലരും ഗുരുവിനെ അനുകരിക്കാറുണ്ട്. പക്ഷെ ഗുരുവിനെ ഒരിക്കലും ശിഷ്യന്മാരെ അനുകരിക്കാൻ പാടില്ലെന്നുള്ളതാണ്. ഗുരുവിന് പൂർണ്ണമായും മറ്റൊരാളെ നന്മയെക്കുറിച്ച് മാത്രമാണ് താനിങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയുമ്പോൾ ശിഷ്യ സ്വഭാവത്തിൽ ഇങ്ങനെ മറ്റുള്ളവർ ഗുരുവിനെ അനുകരിക്കാൻ പാടില്ല. സത്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ സത്യത്തിനെതിരായിട്ട് ഒരു വാചകം പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ കോൺഷ്യസ്നെസ് അടഞ്ഞു പോകും, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരിക്കണം. അപ്പോൾ ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ അനുകരിക്കാൻ പാടില്ല. അതുപോലും ഈ പരമ്പരയിലുള്ള പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാൻ കാരണമുണ്ടാകുന്ന ഗുരുക്കന്മാരുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ അനുകരിക്കുന്നതാണ്. സന്യാസി സ്വഭാവത്തിലായപ്പോലും ആരും അത് അനുകരിക്കാൻ പാടില്ല. അതുപോലെ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് ഗുരു പറയാതെ ഒരു കാര്യം ആരോടും പറയാനും പാടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സത്യത്തിന്റെ പ്രവൃത്തി എങ്ങനെയും അത് ദൈവത്തിന് നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം എനിക്ക് ഈ ദൈവികമായ പ്രവൃത്തി, ആ ദൈവികമായിട്ടുള്ളൊരു ഫ്രീക്വൻസി ആ മനുഷ്യൻ്റെ ബോധതലങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുള്ളൊരു പ്രവർത്തനമാണ്. അതിന് ഈ മനുഷ്യൻ്റെ ബോധതലത്തിലുള്ള ഈ ഭൂമിയിലുള്ള കുഞ്ഞ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും ഇതുമായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഈ സത്യത്രാൺ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ഉയർന്ന ഗുരുക്കന്മാരൊക്കെയാണ് ഈ പറയുന്ന പോലെ തെറ്റിൻ്റെ വശത്തേക്ക് മനുഷ്യരാശിയൊക്കെ നയിക്കുന്നത്. അല്ലാതെ ഈ സാധാരണ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഒരു തെറ്റോ അല്ലെങ്കിൽ അത് കളക്റ്റീവായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പരമ്പരയുടെ ലോകത്തിൻ്റെ ഒന്നും ഒരു പ്രവൃത്തിയിലും ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇളകാറുമില്ല, ആരെയും വിമർശിക്കാറുമില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉചിതമായി നടക്കുമെന്നും ഇപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സംബന്ധിച്ച് ആ ഗുരുബോധത്തിൽ ലയിച്ച് നിൽക്കുന്ന ഗുരുസ്ഥാനിയാണെന്നും എനിക്ക് വ്യക്തമായ അനുഭവശത്ത് ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിതെല്ലാം വായിച്ചും അല്ലെങ്കിൽ പഠിച്ചും ധ്യാനിച്ചും നമ്മുടെ സകല രീതിയിലുള്ള നമ്മുടെ എനർജി ഇതിനുവേണ്ടി ഉപയോഗിച്ച് പരിശ്രമിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ച് ഗുരുവിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കാതെ ഇതങ്ങ് സെലക്ട് ചെയ്യുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അതിനുവേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആ ഹീനമായ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ജീവൻ അപജയം വരുമെന്ന് വ്യക്തമായ ബോധ്യമില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഗുരുമാർഗത്തിൻ്റെ ഈ ഗുരുശിഷ്യ ആ പാരസ്പര്യത്തിൻ്റെ ആ ധർമ്മത്തിൻ്റെ വെളിച്ചം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സംബന്ധിച്ച് ആ ഗുരുസ്ഥാനത്തിൻ്റെ ആ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യം, അത് അനുഭവ സ്വഭാവത്തിലും ദർശന സ്വഭാവത്തിലും മറ്റെല്ലാ സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഈ പറയുന്ന മനസ്സിൻ്റെ സകല കാര്യങ്ങളിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഒരു ജീവൻ്റെ പരിണാമം എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ജീവൻ എങ്ങനെ പരിണമിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ആ പരിണാമത്തിന് യോജിച്ച രീതിയിൽ ഈ ശിഷ്യ അല്ലെങ്കിൽ ഈ ഗുരു എങ്ങനെ നമ്മളെ നയിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈവൻ നമ്മളെ വിമർശിച്ചാൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ പോലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ചലഞ്ച് തരുന്ന ചില കാര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ പോലും നമ്മൾ ആ ഗുരു ശരിയാണെന്ന് അവസാനം സമ്മതിക്കേണ്ടി വരുന്നത്. നമുക്ക് വിഷമം വരുമ്പോഴും നമുക്ക് പരാതി വരുമ്പോഴും നിരാശ വരുമ്പോഴും അവസാനം ഗുരു ശരിയായിരുന്നു. കാരണം നമ്മളെ ഈ വ്യക്തിബോധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ അഹന്താബോധത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാനാണ് ആ ഗുരു നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോലും പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു സമയത്ത് ഞാൻ എൻ്റെ സഹോദരിയോടൊപ്പം ആ മാതൃമണ്ഡലത്തിൻ്റെ ആ തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശൈലാമ്മ അന്നേരം എന്തോ ഒരു വിഷമത്തിൽ ഇങ്ങനെ പ്രസിഡന്റ് സ്വാമിയുടെ ഭാര്യ വന്ന് വിഷമിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഇതെന്തൊരു സ്ഥലം, ഇവിടെ തെറ്റ് ചെയ്യുന്നവർക്കല്ല കുഴപ്പം, അത് പറയുന്നവർക്കാണ് കുഴപ്പം. തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല, ഇത് പറയുന്നവർക്കാണ് കുഴപ്പം. ഇതെന്തൊരു സ്ഥലം, ഇതെന്തൊരു ആശ്രമം എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ആ അമ്മ പറഞ്ഞത് ശരിയാണ്. കാരണം തെറ്റ് ചെയ്യുന്നവർ ഗുരു അത് ക്ഷമിക്കും. അത് തെറ്റ് ചെയ്യുന്ന അവരറിവില്ലാത്തവരെ ഗുരു ഞാൻ കളഞ്ഞാൽ പിന്നെ അവനെ ആര് രക്ഷപ്പെടുത്തും എന്നുള്ള രീതിയിൽ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ഗുരു അത് ഈ സ്ഥലത്ത് നിന്ന് അവർക്ക് നന്നാവാനുള്ളൊരു അവസരവും ഗുരു കൊടുത്ത് അത് അവർ വളർത്താൻ, അതായത് ഗുരു പറഞ്ഞു ഇവിടെ നിന്ന് തെറ്റിക്കാൻ പറ്റില്ല, പക്ഷേ തെറ്റുകൾ വരും. മനുഷ്യൻ്റെ അജ്ഞാനം കൊണ്ട് അറിയാതെ വ്യക്തിപരമായി തെറ്റുകൾ വരും, അത് തിരുത്തി എടുക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് മനഃപൂർവ്വം തെറ്റിക്കാൻ പറ്റില്ല, അതാണ് ഗുരുവിൻ്റെ വാക്ക്. അപ്പോൾ ഈ തെറ്റുകൾ ഗുരു ക്ഷമിച്ചിരുന്നു. എന്നാൽ ശരിയായിട്ടുള്ളവൻ ഇത് തെറ്റാണെന്ന് കണ്ടല്ലോ,
അപ്പോൾ ഈ കണ്ടെങ്കിൽ അത് അവനും കൂടെ കണ്ടെങ്കിൽ അതിനെ തെറ്റിൻ്റെ ആ ചിന്താഗതിയിൽ നിന്നെല്ലാം മാറി, അവൻ്റെ കോൺഷ്യസ്നസ് നിന്ന് മാറി, അവൻ തെറ്റെന്ന് പറഞ്ഞ് തെറ്റിക്കൂടാ. അവൻ ശരിയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ അവനെ ഗുരു ശാസിക്കും. ശരിയായിട്ടുള്ളവർക്കാണ് ഇവിടെ ശാസനയും വഴക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആശ്രമ സ്വഭാവത്തിൽ ഇതൊക്കെ എന്താണെന്ന് ആശ്രമത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ പലതും സംശയിക്കുന്നത്. അപ്പോൾ ഗുരു ആ ശരിയായിട്ട് വരുന്നവനെ പൂർണ്ണമായിട്ട് അവൻ കളഞ്ഞിട്ട് പോയാലും അവനെ ശരിയാക്കാൻ നോക്കും. പക്ഷേ തെറ്റായിട്ടുള്ളവൻ, അവൻ്റെ തെറ്റ് അവൻ അറിഞ്ഞൂടാത്തവനാണ്, അവനെ തിരുത്തിയെടുക്കാൻ ഗുരുക്കന്മാർ മാക്സിമം ശ്രമിക്കും എന്നുള്ള ആ രീതികളൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഇതിനോടൊപ്പം വിശ്വസിച്ച് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, ഇപ്പോൾ സംശയാസ്പദമായിട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ആരെയും വിമർശിക്കുകയല്ല. ഞാനും കൂടി ഉൾപ്പെടുന്ന, ഞാനും കൂടി ചേർന്ന ഒരു മനുഷ്യൻ്റെ പ്രസ്ഥാനമാണ്, ഞാനും കൂടി ചേർന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ തെറ്റിൻ്റെ ഉത്തരവാദിത്തം എനിക്കും കൂടി ഉണ്ട്. അല്ലാതെ ഞാൻ ഈ മാറി നിന്ന് മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുന്ന പോലെ ഒരു വ്യക്തിക്കാണെന്നുള്ള രീതിയിലല്ല. ഇത് എന്നെയും കൂടെ നമ്മൾ കൂട്ടമായിട്ടുള്ള നമ്മളെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി യുടെ പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ പല സന്യാസ സ്വഭാവത്തിലും മറ്റു രീതിയിലും ഒക്കെ മനുഷ്യർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കുഴപ്പത്തിനല്ല നമ്മളാരും പറയുന്നത്. കാര്യം വ്യക്തിപരമായ എല്ലാവർക്കും കുഴപ്പങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അത് നമ്മളെല്ലാവരും മാറ്റിയെടുക്കണം. പക്ഷേ പരമ്പരയുടെ ഒരു സ്വഭാവത്തിൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയുടെ ചിലപ്പോൾ പ്രവർത്തനങ്ങൾ കുറച്ച് ഏകപക്ഷീയമായി പോയോ എന്നൊരു സംശയം ഒരുപാട് പേർക്കുണ്ടായി. അപ്പോൾ ആ വ്യക്തി എന്തുകൊണ്ട് ഗുരു വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു, അത് നിലനിർത്തുന്നു എന്നൊക്കെയുള്ളൊരു കാര്യത്തിലാണ് ഈ ഒരു സംശയം ഉണ്ടായത്. അപ്പോൾ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ഈ ഗുരുമാർഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പഴയ ആൾക്കാരെല്ലാം തകിടം മറിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരുവിന് ഇതിനെ നിലനിർത്താൻ കുറച്ച് പേരെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നൊക്കെ സെലിബ്രിറ്റീസിനെ ചില തടിമാടന്മാരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ പണ്ട് കാലത്ത് ഗുരുവിനും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചില തടിമാടന്മാരൊക്കെ, ആയുർവേദത്തിലൊക്കെ ചില ചേട്ടന്മാരൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്നു. ആശ്രമ സ്വഭാവത്തിലൊക്കെ അത് വേണം. കാരണം അല്ലെങ്കിൽ ആൾക്കാർ ഈ സാത്വികമായിട്ടുള്ള സന്യാസ സ്വഭാവത്തിലൊക്കെ ഉള്ള ആൾക്കാരെ ഈ പൊതുജനങ്ങൾ ചിലപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് പ്രൊട്ടക്ഷനായിട്ട് ഞാൻ നോക്കുമ്പോൾ ദൈവമായിട്ട് തന്നെ കുറച്ച് തടിമാടന്മാരായിട്ടുള്ള കുറേ ചേട്ടന്മാരൊക്കെ പണ്ടത്തെ കാലത്ത് മാമന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആശ്രമ സ്വഭാവത്തിൽ. അപ്പോൾ എക്കാലവും ഗുരുമാർഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഗുരുമാർഗത്തിൻ്റെയും പ്രൊട്ടക്ഷനായിട്ട് കുറേ ചെറുപ്പക്കാർ ഇതുപോലെ ഗുരുവിൻ്റെ ആശ്രമ സ്വഭാവത്തിൽ വന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ അവരെ നയിക്കാൻ നമ്മുടെ പഴയ ആൾക്കാർ സഹകരിക്കുന്നില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നേതൃത്വ സ്ഥാനത്തുള്ള ഇപ്പോൾ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുവിനോടൊപ്പം എത്രത്തോളം പ്രവർത്തിച്ച് ശീലമുണ്ട്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ രീതികളും മറ്റു കാര്യങ്ങളും എത്രത്തോളം അദ്ദേഹത്തിന് അറിയാവുന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഗുരുവിൻ്റെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ ആശ്രമ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പഴയ സന്യാസിമാർ ആര് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സന്യാസിനി പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ആ സന്യാസിനിയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ പഴയ രീതികളും പഴയ ധർമ്മങ്ങളും ചിട്ടകളും രീതികളും എല്ലാം അറിയാം. അപ്പോൾ അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല? കാര്യം ഇന്ന രീതി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സംശയം വരും. കാരണം ഇത് സ്വീകരിക്കില്ല. മറ്റൊരു വ്യക്തിയെ ഒരു വലിയ മഹാനായ വ്യക്തിയായിട്ടൊന്നും ആരും സ്വീകരിക്കില്ല. കാരണം ഗുരു പോലും താനൊരു മഹാനായ വ്യക്തിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ഗുരു തന്നെ പ്രൊജക്റ്റ് ചെയ്യാനോ ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ആശയത്തെയും പ്രസ്ഥാനത്തെയും പ്രൊജക്റ്റ് ചെയ്യാനേ ഗുരു സംസാരിച്ചിട്ടുള്ളൂ. ഗുരു തന്നെയോ ഇപ്പോൾ ശിഷ്യപൂജയോ ഒന്നും പ്രൊജക്റ്റ് ചെയ്യാൻ അപ്പോൾ ഈ വ്യക്തി മാഹാത്മ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ പരമ്പരയിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം എന്തെങ്കിലും ഒരു വ്യക്തി മാഹാത്മ്യം വരാതെ ആശ്രമത്തെയും ആശയത്തെയും പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലല്ലാതെ എന്തെങ്കിലും ഒരു രീതി വന്നാൽ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല. കാര്യം എനിക്ക് സത്യത്തിൻ്റെ പ്രവർത്തനം നടക്കുമെന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇത് സംശയം വരും. അവർക്കിത് സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാം ഈ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഇപ്പോൾ ചിത്രങ്ങളോ പ്രതിമകളോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ വ്യക്തിയെ വെച്ചുകൊണ്ട് ആശ്രമത്തെ പ്രചരിപ്പിക്കുന്ന അങ്ങനെയുള്ളൊരു ചിട്ടവട്ടങ്ങൾ നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഥവാ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഭരണ നേതാക്കന്മാരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. അവർക്ക് ഇങ്ങനെ പ്രചരണങ്ങളും അവർ ഏകപക്ഷീയമായിട്ട് ഒരാൾ സെൻറ്ററായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ പുതിയൊരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രാധാന്യമുള്ള ഒരു തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വ്യക്തി മാഹാത്മ്യം ഉള്ള രീതിയിൽ നിന്ന് മാറി അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവർ നല്ല രീതിയിൽ പൂർത്തിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പരിണമിക്കണം. അപ്പോൾ ആ രീതിയിലല്ലാത്ത ചില പ്രവർത്തനങ്ങൾ, അപ്പോൾ അവിടെയും നമ്മൾ പറയുന്നു
ആരെയും പിടിച്ച് മാറ്റുന്ന ഒരു സ്വഭാവമല്ല ഗുരുവിന്. ഈ ലോകത്തിൻ്റെ രീതിയിലുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മാറ്റിക്കൊണ്ട് ലോകത്തിനെ മാറ്റുന്ന ഒരു സ്വഭാവം ഗുരുവിനുണ്ട്. അപ്പോൾ ആ വ്യക്തി ഗുരുവിൻ്റെ ധർമ്മത്തിൻ്റെ ഗുരുവിൻ്റെ രീതിയിലേക്ക് മാറണം, ഗുരുവിൻ്റെ രീതിയിലേക്ക് മാറണം. അങ്ങനെ വേണം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകാൻ. അല്ലാതെ ഇപ്പം നമ്മൾ ഈ പറയുന്നതൊക്കെ ലോകത്തിലേക്ക് എടുത്ത് ചാടാതെ, ഇപ്പം അലക്സാണ്ടർ ലോകം കീഴടക്കാൻ പോയി, പക്ഷേ അതിനു മുമ്പ് തൻ്റെ മനസ്സിനെ കീഴടക്കാൻ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ ലോകം കീഴടക്കാൻ എന്നുള്ളതിനേക്കാൾ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മഹനീയമായ ഒരു സ്ഥാനമാണ് ഗുരു ഇവിടെ തരുന്ന ഗുരുവിൻ്റെ സ്ഥാനം. കാര്യം ലോകത്തിനെ തന്നെ അതിൻ്റെ ധർമ്മബോധത്തെ തിരിക്കാൻ പ്രാപ്തിയുള്ള ഇതേപോലുള്ള ആത്മീയ കേന്ദ്രങ്ങളുടെ സ്ഥാനമാണ് ഏറ്റവും വലുത്. അപ്പം അതിനെ നമ്മൾ ലോകത്തിൻ്റെ പിറകെ പോകാതെ അതിനെ ലോകത്തിലെത്തിച്ച്, അല്ലെങ്കിൽ ലോകത്തിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ലോകത്തിനെ നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. അല്ലെ ലോകത്തിൻ്റെ സംസ്കാരങ്ങളും രീതികളും പ്രചരണങ്ങളും കപടതകളും മറ്റ് രീതികളുടെ പുറകെ നമ്മൾ പായാതെ നമ്മുടെ പുതിയതായിട്ടുള്ളൊരു ധർമ്മ രീതിയും പ്രവർത്തന രീതിയും അത് ലോകത്തിലേക്ക് വ്യാപിപ്പിച്ച് ലോകത്തിനെ തിരുത്തേണ്ടവരാണ് ആധ്യാത്മിക കേന്ദ്രങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മറ്റു രീതിയിലൊക്കെ പോപ്പുലാരിറ്റി വരുമ്പോഴും പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ അതിനോടൊപ്പം ഈ സ്ഥാപനങ്ങളും എല്ലാം, ഗുരുവിൻ്റെ സ്ഥാപനങ്ങളെല്ലാം അതാത് രീതിയിൽ ഗുരു വിഭാവനം ചെയ്ത രീതി വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ സന്തോഷവും സമാധാനവും ശാന്തിയും ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഇതെല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇത് ഒരു ധർമ്മബോധത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ഇത് എനിക്കും കൂടെ ബാധകമായ കാര്യമാണ്. ഓരോരുത്തരും നമ്മളും ഇത് ഏറ്റെടുത്ത് സ്വയം പരിവർത്തനപ്പെടാൻ തയ്യാറാകേണ്ടതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മഹിമ പോലെയോ അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രാധാന്യമോ ഒരുപാട് കൂടുതലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും സംശയം ഉണ്ടാക്കും. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ശിഷ്യപൂജയുടെ മേലിലാണ് അതിൻ്റെ ആരോപണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഉണ്ടാകുന്ന കർമ്മദോഷം, ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു സംശയം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം ഒരു വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പ്രസ്ഥാനത്തിനും ആശയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിണമിച്ച് ശീലിച്ചിട്ടുള്ള ആ പ്രസ്ഥാനത്തിൽ നമ്മൾ അത് വളരെയധികം സൂക്ഷിക്കണം. എന്നാൽ ഗുരുസ്ഥാനം അങ്ങനെയല്ല. ഗുരുസ്ഥാനം എല്ലാവരുടെയും അഭയകേന്ദ്രം, അത് ദൈവത്തിൻ്റെ ഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അവിടെ ഗുരുസ്ഥാനത്തിന് വ്യക്തി പ്രാധാന്യമല്ല. ഇപ്പോൾ ശിഷ്യപൂജ എന്ന് പറയുന്ന വ്യക്തിയല്ല അവിടെ പ്രാധാന്യം. അവിടെ ആ ഗുരുസ്ഥാനം, ആ ഗുരുബോധം, ആ ഗുരുപ്രകാശമാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ വ്യക്തി പ്രാധാന്യം വരാതിരിക്കാനും ഒരു വ്യക്തി അതിനെ എല്ലാത്തിനെയും നേരിട്ട് നയിക്കാനും, എന്നാൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഗുരുവിന് വിധേയപ്പെട്ട് ഗുരുവിൻ്റെ വാക്കനുസരിച്ച് അത് അവിടെ നിന്ന് തുടങ്ങി, ആ മേളിൽ തുടങ്ങി താഴോട്ട് എല്ലാ സ്ഥലത്തും വ്യാപിക്കണം. മേളിൽ നിന്നുള്ള ആ നന്മയാണ് താഴോട്ട് മൊത്തം വ്യാപിക്കുന്നത്. അല്ലെങ്കിൽ മേളിലുള്ള ഭാഗത്ത് എന്ത് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്ത് പ്രവർത്തനങ്ങളോ എന്ത് കാര്യങ്ങൾ വരുന്നോ അത് താഴോട്ടെല്ലാം ബാധിക്കും. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു സംശയങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ ആയിട്ട് മാറാതെ ഇതെല്ലാം ഒത്തൊരുമയോടെ ശരിയായിട്ട് വരാൻ, ഇതിപ്പോൾ ഞാൻ വിമർശിച്ചത് വ്യക്തിയല്ല, ഞാനും കൂടെ കാണുന്ന എൻ്റെയും കൂടെ ഭാഗമായ ഒരു ലോകത്തിനെ എന്നെ ഉൾപ്പെടെയാണ് വിമർശിച്ചത്. അപ്പോൾ ആ ഒരു വിമർശനം നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെ കണ്ട് ഇത് ഗുരുവിനെയോ പ്രസ്ഥാനത്തെയോ ആശയത്തെയോ അല്ലെങ്കിൽ ഗുരുസ്ഥാനിയെയോ സംശയിക്കുന്ന സ്വഭാവത്തിലൊന്നും വരാതെ അതിൻ്റെ ശരിയായ രീതിയിലേക്ക് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം.